കേട്ടു. ദ ആൻറ്റിക്രൈസ്റ്റ്, അന്തിക്രിസ്തു എന്നുള്ള സാത്താന്യ തൃത്വത്തിൻ്റെ മൂന്നാമൻ. 2 അന്തിക്രിസ്തുക്കൾ എന്ന് പറഞ്ഞു വരുന്നതായ ഒരു കൂട്ടർ. 3 അന്തിക്രിസ്തുവിൻ്റെ ആത്മാവ്. അന്തിക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ 3 ലക്ഷണങ്ങൾ നാം കേട്ടു. അതുപോലെ ദ ആൻറ്റിക്രൈസ്റ്റ്, സാത്താന്യ തൃത്വത്തിൽ ഉള്ളതായ, അതെ, സാത്താന്യ തൃത്വത്തിലുള്ള രണ്ടാമനായ, മൂന്നാമത്തവൻ കള്ളപ്രവാചകനാണല്ലോ. സോ രണ്ടാമനായ, സാത്താന്യ തൃത്വത്തിൽ രണ്ടാമനായ അന്തി ക്രിസ്തുവിൻ്റെ 3 പേരുകളും നമ്മൾ കേൾക്കുകയുണ്ടായി. ഒരു സാത്താന്യ തൃത്വം നമുക്ക് ബൈബിളിൽ കാണുവാൻ തക്കോണം കഴിയും. പിശാച് എന്ന് പറയുന്നവൻ പിതാവായ ദൈവത്തിന് എതിരെ നിൽക്കുന്നവനാണ്. ക്രിസ്തുവിന് എതിരെ, ദൈവപുത്രനായ യേശുവിനെതിരെ നിൽക്കുന്നവനാണ് അന്തിക്രിസ്തു. അവൻ്റെ പേര് തന്നെ എങ്ങനെയാണ്? ആൻറ്റി ക്രൈസ്റ്റ്, ക്രിസ്തുവിനെ വിരോധിക്കുന്നവൻ, അല്ലെങ്കിൽ എതിർ ക്രിസ്തു, ക്രിസ്തുവിനെ വിരോധിക്കുന്നവൻ. മറ്റൊരു കാര്യം, ക്രിസ്തുവിന് പകരക്കാരനായി ഇരിപ്പാൻ ശ്രമിക്കുന്നവൻ, ക്രിസ്തുവിനെ റീപ്ലേസ് ചെയ്യുന്നവൻ. വളരെ ശ്രദ്ധിക്കണം. ക്രിസ്തുവിന് കൊടുക്കേണ്ട പ്രാധാന്യം സഭകളിൽ കൊടുക്കാതെ പലപ്പോഴും പ്രാസംഗന്മാർക്കും അതുപോലെ പാസ്റ്റർമാരും ആ സ്ഥാനം എടുക്കുന്നെങ്കിൽ അവിടെ ഒരിക്കലും പരിശുദ്ധാത്മാവല്ല ചലിക്കുന്നത്, പകരം അന്തിക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവായിരിക്കാം അവിടെ ചലിക്കുന്നത്. നിങ്ങളുടെ ആശ്രയം, നിങ്ങളുടെ അറ്റൻഷൻ, നിങ്ങളുടെ പ്രയോറിറ്റി ക്രിസ്തുവിലല്ലാതെ ദൈവദാസന്മാരിലോ വർഷിപ്പ് ലീഡേഴ്സിലോ അന്യഭാഷയിലോ ഉപവാസത്തിലോ കൃപാവരങ്ങളിലോ മറ്റേത് സാഹചര്യത്തിലും ഏത് കാര്യം കയറിയിരുന്നാലും അവിടെ ചിലപ്പോൾ അന്തിക്രിസ്തുവിൻ്റെ സ്വാധീനം അല്ലെങ്കിൽ എതിർ ക്രിസ്തുവിൻ്റെ സ്വാധീനമാണ് അവിടെ വെളിപ്പെടുന്നത്. ഇന്ന് രാത്രി വേറെ ചില കാര്യങ്ങൾ കൂടെ നമുക്ക് കേട്ട് പ്രധാനമായി ക്രൈസ്റ്റിൽ, ക്രിസ്തുവിൽ ഈ ദൂത് സംഗ്രഹിപ്പാൻ ദൈവകൃപയിൽ സ്തോത്രം ഞാൻ ആശിക്കുകയാണ്. ഈ രാത്രി നമ്മുടെ തലക്കെട്ടതാണ് വഞ്ചിക്കപ്പെടരുത്. വഞ്ചിക്കപ്പെടരുത്. ഈ അന്ത്യകാലത്ത് ഡിസെപ്ഷൻ, വഞ്ചന വളരെ ശക്തമായി വ്യാപരിക്കുന്നു. അതുകൊണ്ട് വഞ്ചിക്കപ്പെടരുത്. 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായമാണ് എതിർ ക്രിസ്തുവിനെ സംബന്ധിച്ച് പൗലൂസ് വളരെ വ്യക്തമായി നൽകുന്നതായ ചില പ്രത്യേക ചിത്രം നൽകുന്ന ഒരു കീ ചാപ്റ്റർ, പ്രധാനപ്പെട്ട ഒരു അധ്യായം. 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം. അതിൻ്റെ ആദ്യത്തെ 4 വാക്യങ്ങൾ നമുക്കിന്ന് രാത്രി പെട്ടെന്ന് വായിച്ചു കേൾക്കാം. 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 1 മുതൽ താഴേക്ക്. ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയും അവൻ്റെ അടുക്കലുള്ള നമ്മളുടെ സമാഗമവും സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്, കർത്താവിൻ്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതി എന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോകുകയും അരുത്. ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്. അതാണ് ഞാൻ പറഞ്ഞത്, വഞ്ചിക്കപ്പെടരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. 4-ാം വാക്യം. അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവം എന്ന് നടിച്ച് ദൈവം എന്നോ പൂജാ വിഷയം എന്നോ പേരുള്ള സകലത്തിനു മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. 4-ാമത്തെ വാക്യം പറയുന്നു, ഈ എതിർ ക്രിസ്തു എവിടെയാണ് ഇരിക്കുന്നത്? ദേവാലയത്തിലാണ്. ഓഫീസിലോ ചന്തയിലോ പാർലമെന്റ് ഹൗസിലോ ഒന്നുമല്ല. ഇത് ആത്മീയ വിഷയമാണ്. ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് അപ്പോൾ ദേവാലയത്തിലിരിക്കുന്ന അഥവാ ആത്മീയരായിരിക്കുന്ന ദൈവമക്കൾ എന്ന് പറയുന്നത് നിങ്ങൾ നോക്കി എനിക്ക് പറയാൻ കഴിയുന്നത്, നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്. 3-ാം വാക്യം വായിക്കുമ്പോൾ 3-ാം വാക്യം, ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്. 2 കാര്യം അവിടെ സംഭവിക്കണം. 1, ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുന്നു. 2-ാമത് നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. സോ ആദ്യം സ്തോത്രം വിശ്വാസത്യാഗം സംഭവിക്കണം. 2-ാമത് എതിർ ക്രിസ്തുവാകുന്ന അധർമ്മമൂർത്തിയായവൻ വെളിപ്പെടുകയും വേണം. അവിടെ എതിർ ക്രിസ്തുവിൻ്റെ 2 പേര് നമ്മൾ കേട്ടു, നാശയോഗ്യനും അധർമ്മമൂർത്തിയും. 1-ാം വാക്യത്തിലേക്ക് കടന്നു വന്നാട്ടെ. 1 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത എന്ന് പറയുകയാണ്. ആ പ്രത്യക്ഷതയ്ക്ക് ഗ്രീക്കിൽ എഴുതിയിരിക്കുന്നതായ വാക്കാണ് ബെറൂസിയ, BORUSSIA, ബെറൂസിയ എന്ന പദം യേശുവിൻ്റെ പ്രത്യക്ഷതയെക്കുറിച്ചാണ്. അത്
മേഘപ്രത്യക്ഷതയെക്കുറിച്ചാണ് പറയുന്നത്. യേശുവിൻ്റെ പ്രത്യക്ഷതയും അവൻ്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്. അപ്പോൾ കർത്താവ് യേശുവിൻ്റെ വരവ് സംബന്ധിച്ചുള്ളതായ കാര്യമാണ് എവിടെ എഴുതിയിരിക്കുന്നത്? ഈ 2-ാം അധ്യായത്തിൽ സ്തോത്രം എഴുതിയിരിക്കുന്നത്. അവിടെ കർത്താവിൻ്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലും വചനത്താലോ ഞങ്ങൾ എഴുതി എന്ന ഭാവത്തിലുള്ള ലേഖനത്തിലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകിപ്പോകുകയും ഞെട്ടിപ്പോകുകയും അരുത്. ഞങ്ങൾ എഴുതി എന്ന ഭാവത്തിലുള്ള ലേഖനം, ഡ്യൂപ്ലിക്കേറ്റ് ലേഖനം. ഇന്നും ഡ്യൂപ്ലിക്കേറ്റ് ലേഖനങ്ങൾ കാണും, ഡ്യൂപ്ലിക്കേറ്റ് പ്രവചനങ്ങൾ കാണും, ഡ്യൂപ്ലിക്കേറ്റ് പ്രസംഗം കാണും, ഡ്യൂപ്ലിക്കേറ്റ് രോഗശാന്തി കാണും, ഡ്യൂപ്ലിക്കേറ്റ് എക്സെട്ര. കള്ളനാണയങ്ങൾ ധാരാളമുണ്ട്. എന്തുകൊണ്ട് കള്ളനാണയമുണ്ട്? എന്തുകൊണ്ട് കള്ളനാണയങ്ങളുള്ളത്? സത്യനാണയമുള്ളത് കൊണ്ട്, നല്ല നാണയമുള്ളത് കൊണ്ടാണ് കള്ളനാണയം ഉള്ളത്. പൗലോസ് പറയുന്നു, നല്ല ലേഖനം ഞങ്ങൾ എഴുതിയത് കൊണ്ടാണ് ഞങ്ങൾ എഴുതിയെന്ന ഭാവത്തിലുള്ളതായ ലേഖനങ്ങൾ എഴുതുന്നത്. അപ്പോൾ അന്ത്യകാലത്ത് നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്. കള്ളഭാവത്തിലുള്ള പലതും വെളിപ്പെടും. അവിടെ അത്ഭുതം, ഇവിടെ അത്ഭുതം, അവിടെ രോഗശാന്തി, ഇവിടെ പ്രവചനം എന്ന് പറഞ്ഞ ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, ഫ്രണ്ട് ആൻഡ് ബാക്കിലേക്ക് നിങ്ങൾ ഓടരുത്. ദൈവത്തിൻ്റെ വചനത്തിൽ നിങ്ങൾ ഉറച്ചില്ലെങ്കിൽ നിങ്ങൾ പറ്റിപ്പോയി, നിങ്ങൾ തെറ്റിപ്പോയി, നിങ്ങൾ തകർക്കപ്പെട്ടു. അതുകൊണ്ട് പുറത്ത് നിൽക്കുന്നതായ മരങ്ങളുടെ വേരുകൾ മണ്ണിൽ നിൽക്കുന്നത് പോലെ ഞാൻ വീണ്ടും വളരെ താഴ്മയോട് പറയുന്നു, നിങ്ങളുടെ വേരുകൾ ഒരിക്കലും രോഗശാന്തിയിലും പ്രവചനത്തിലും ദർശനത്തിലും സ്വപ്നത്തിലുമല്ല നിൽക്കേണ്ടത്. നിങ്ങളുടെ വേരുകൾ ദൈവത്തിൻ്റെ വചനത്തിലായിരിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് പോയപ്പോൾ ഞാൻ ആരെ കണ്ടാലും സുവിശേഷം പറയും. മുടി വെട്ടിക്കായിരുന്നപ്പോൾ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. അവനോട് ഞാൻ പറഞ്ഞു, നീ ബൈബിൾ വായിക്കണം. ഏതവനടുത്ത് വന്നാലും നമ്മൾ സുവിശേഷം പറയും. പറന്നു പോകുന്ന കാക്കയാണെങ്കിലും, മറ്റേ കാക്ക അല്ല ഞാൻ പറഞ്ഞ പറക്കുന്ന കാക്ക, ആ കാക്കയാണെങ്കിൽ നമ്മൾ സുവിശേഷം പറയും. സ്തോത്രം. അത് ചെവിയുള്ള ഏവൻ വന്നാലും നമ്മൾ സുവിശേഷം പറയും എന്നുള്ളത് കൊണ്ട് അവനോട് സുവിശേഷം പറഞ്ഞു, അയ്യോ എനിക്ക് രാത്രി കിടക്കുമ്പോൾ പേടിയായതുകൊണ്ട് എൻ്റെ അമ്മുമ്മ കൊണ്ടുവന്ന് എൻ്റെ ബൈബിൾ എൻ്റെ തലേണയുടെ അടുത്ത് വച്ചേച്ചു പോകും. ഞാൻ പറഞ്ഞു, നിൻ്റെ അമ്മുമ്മയല്ല ബൈബിൾ അടുത്ത് തലേണയിൽ വയ്ക്കാനുള്ളതല്ല, തലേണയുടെ അടുത്ത് വയ്ക്കാനുള്ളതല്ല ബൈബിൾ, ഹൃദയത്തിലിരിക്കാനുള്ളതാണ് ബൈബിൾ. ഇന്നും തലേണയിലും അലമാരിയിലും അതുപോലെ മേശപ്പുറത്തും ബൈബിൾ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തെറ്റിപ്പോകും. ഈ വചനം നിങ്ങൾ വായിക്കണം. വായിക്കുമ്പോൾ ആ വചനം ഹൃദയത്തിലിരിക്കുന്നു. ആ വചനം നിങ്ങളുടെ ജീവിതത്തിലെങ്കിൽ നിശ്ചയമായി നിങ്ങൾ കാണാതെ പഠിച്ച് വേറെ ആരുടെയെങ്കിലൊക്കെ പ്രസംഗം വേറെ ആരുടെയെങ്കിലും പ്രസംഗം ഇങ്ങനെ അത് കാർബൺ കോപ്പിയായി പറയുന്നവരായിരിക്കാം. പക്ഷേ അത് വല്ലവൻ്റെ വചനമാണ്. അത് നിൻ്റെ വചനമായി തീരണമെങ്കിൽ നീ ബൈബിൾ വായിക്കണം, നീ വചനം പഠിക്കണം. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് പിശാച് പ്രലോഭനവുമായി കടന്നു വന്നപ്പോൾ, അയ്യോ പിശാച്, എൻ്റെ സ്പിരിച്വൽ വാർഫെയറിൻ്റെ 10 ദൂത് ഞാൻ കഴിഞ്ഞ ദിവസം ഓർത്തതേ ഉള്ളൂ, ഞാൻ അതിൻ്റെ ഏത് CD ചെന്ന് എടുത്തിട്ട് വരാമെന്നല്ല കർത്താവ് പറഞ്ഞത്. ഉടനെ കർത്താവ്, ഇറ്റ് ഈസ് റിട്ടൺ, യേശുവിൽ വചനം റെഡിയായിരുന്നു കൊടുക്കാൻ. ഇതുപോലെ നമ്മുടെ ഹൃദയത്തിലും ദൈവത്തിൻ്റെ കൃപയാൽ വചനം പറവാൻ റെഡിയായിരിക്കണം. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറ. സോ അതുകൊണ്ട് ബെറൂസിയ എന്ന കർത്താവിൻ്റെ പ്രത്യക്ഷത വരുന്നതിന് മുൻപ് 2 കാര്യങ്ങൾ സംഭവിക്കുന്നതായി അതേ 3-ാം വാക്യം പറയുകയാണ്. നമ്പർ 1, വിശ്വാസത്യാഗം സംഭവിക്കുന്നു. വിശ്വാസത്യാഗം. ലോകത്തിൽ മറ്റ് ഏതൊരു ചരിത്രത്തെക്കാൾ അതിഭയങ്കരമായ വിശ്വാസത്യാഗം ക്രിസ്തണ്ടത്തിൽ ഉണ്ടാകുകയാണ്. ക്രൈസ്റ്റ് കിങ്ഡത്തിൽ, ക്രിസ്തീയ ലോകത്തിൽ ഉണ്ടാകുകയാണ്. ക്രിസ്ത്യാനി, സ്തോത്രം, എന്ന് നമ്മൾ പറയും കത്തോലിക്കൻ ക്രിസ്ത്യാനിയാണ്, ആംഗ്ലിക്കൻ ക്രിസ്ത്യാനിയാണ്, പ്രസ്ബിറ്റേറിയൻ ക്രിസ്ത്യാനിയാണ്, അതുപോലെ യാക്കോബ, മാർത്തോമ, CSI, പെന്തക്കോസ്റ്റൽ, ഓൾഡ് ജനറേഷൻ, ന്യൂ ജനറേഷൻ, ഡിജിറ്റൽ ജനറേഷൻ, എല്ലാവരും ക്രിസ്ത്യാനി എന്നാണ് പറയുന്നത്. പക്ഷേ ആകെ മൊത്തം ടോട്ടൽ ഇതിന് മുഴുവൻ ഒരാളിനെ പോലും വിടാതെ ഞാൻ പറയട്ടെ, ക്രൈസ്തവ ലോകത്ത് ഏറ്റവും ഭയങ്കരമായ വിശ്വാസത്യാഗം ഉണ്ടാകുകയാണ്. സ്തോത്രം. പോപ്പ് ഏറ്റവും കൂടുതൽ ക്രൈസ്തവ ലോകത്തിൽ വലിയ ആത്മീയ നേതാവെന്ന് ലോകം കൊട്ടിഘോഷിപ്പിക്കുന്ന പോപ്പ് പറഞ്ഞു, ദൈവമൊന്നുമില്ലായ്മയിൽ നിന്ന് ഇതൊന്നും സൃഷ്ടിച്ചെന്ന് എനിക്ക് വിശ്വാസമില്ല. മന്ത്രവടി എടുത്ത് ഇങ്ങനെ ചുഴറ്റുമ്പോൾ എല്ലാം ഉണ്ടായി വരാൻ ദൈവം എന്നെ മജീഷ്യനാണോ? നാണക്കേട്. കാരണം തിരുവചനം പറയുന്നു, ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലത്തിൻ്റെ ദൈവം ഉള്ളതിനെ പോലെ ഉളവാക്കി. അത് പോപ്പിനെ അറിയത്തില്ലെങ്കിൽ ഇവിടെ ഇന്നലെ സ്നാനപ്പെട്ട ചെറിയ വിശ്വാസിക്ക് അറിയാം. ദൈവവചനത്തെ തള്ളിക്കളയുന്ന പോപ്പ്, ഞാൻ ആരെയും കുറ്റം പറയുകയല്ല, പക്ഷേ കേട്ടതാണ് പറയുന്നത്, വായിച്ചതാണ് പറയുന്നത്. ദൈവത്തെയും ദൈവത്തിൻ്റെ വചനത്തെ വിശ്വാസിക്കാത്ത പോപ്പ്, അർത്ഥം വിശ്വാസത്യാഗമാണ്. ഇതുപോലെ പല വ്യക്തികളുണ്ട്. സ്നാനത്തിൽ വിശ്വസിക്കാത്തവർ, അന്യഭാഷയിൽ വിശ്വസിക്കാത്തവർ. സ്തോത്രം. ചിലർ പറയാറുണ്ട്, യേശു കർത്താവിൽ മാത്രമല്ല രക്ഷ. ഈ പല കൺവെൻഷന് വേണ്ടി പോയിരിക്കുമ്പോൾ ചില തിയോളജി പഠിച്ചതായ അല്ലെങ്കിൽ തിയോളജിയിൽ നിറഞ്ഞിരിക്കുന്ന ചില വലിയ നേതാക്കന്മാർ അവിടെ ഉദ്ഘാടനത്തിൽ വന്ന് പറയാറുണ്ട്,
ഉദ്ഘാടനത്തിന് വരും. അവൻ പറയുന്നത് ഒരിക്കലും ദൈവവചനമല്ല 80% ആൾക്കാരും പറയുന്നത്. ഒരാൾ പറഞ്ഞത് ട്രിവാൻഡ്രം ജില്ലയുടെ നെയ്യാറ്റിൻകര താലൂക്കിൽ നെയ്യാറ്റിൻകരയ്ക്ക് അടുത്ത് അരുവിപ്പുറം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ സ്തോത്രം കണ്ണാടിയിൽ ഒരു ഗുരു നോക്കണമെന്ന് പറഞ്ഞു. ആ കണ്ണാടിയിൽ ആ ഗുരു നോക്കുന്നത് പോലെ അതിനടുത്ത് പ്രസംഗിക്കാൻ വേണ്ടി പോയപ്പോൾ അച്ഛൻ ഇങ്ങനെയാണ് പറഞ്ഞത്, സ്തോത്രം ആ കണ്ണാടിയിൽ നോക്കി നിങ്ങൾ ആരെന്ന് തിരിച്ചറിയണം. അയാൾ ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, അച്ചോ ആ അരുവിപ്പുറത്തിരിക്കുന്നതല്ല കണ്ണാടി, ഇതാണ് കണ്ണാടി. മനസ്സിലായോ? ഈ കണ്ണാടിയിലാണ് നോക്കേണ്ടത്. ഇത് കണ്ണാടി നോക്കുമ്പോഴാണ് നീ അറിയുന്നത് നീ അശുദ്ധിയിലാണോ വിശുദ്ധിയിലാണോ, നീ ജയിച്ചവനാണോ നീ തോറ്റവനാണോ, നീ മേലെ പോകോ നീ താഴെ പോകണമെന്ന് ദൈവത്തിൻ്റെ വചനമെന്ന കണ്ണാടി. അല്ലാതെ ഇന്നലെ ജീവിച്ച നാളെ മരിക്കാൻ പോകുന്ന വല്ല ഗുരുവും പറയുന്നതല്ല. നിങ്ങൾ പറയുന്നത് വിശ്വാസത്യാഗം. ഇത് തന്നെ പെന്തക്കോസ്റ്റൽ ചർച്ചസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ CSI ഇനി ആരെയും പറഞ്ഞില്ലെന്ന് വേണ്ടല്ലോ. സ്തോത്രം. അതെ, പെന്തക്കോസ്റ്റ് ഉപദേശിമാർ പറയാറുണ്ട് പ്രവചനം വേണ്ട, രോഗശാന്തിയില്ല, കൃപാവരം വേണ്ട, വചനം മാത്രം മതി. വചനം മാത്രം മതി എന്ന് പറയുന്നത് സഭയല്ലത്, കൾട്ടാണ്. കാരണം ഈ വചനം പറയുന്നു പ്രവചനമുണ്ട്, രോഗശാന്തിയുണ്ട്, വിവേചനമുണ്ട്. 7.5 കൃപാവരവും 3.5 കൃപാവരമല്ല 9 കൃപാവരവും ഇന്ന് ക്രിസ്തുവിൻ്റെ സഭയിലുണ്ട്. നിന്റെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ കാണുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ദൈവത്തിൻ്റെ സഭയിലുണ്ട്. വിശ്വാസത്യാഗം. ദൈവത്തെ ചോദ്യം ചെയ്യുന്ന ഒരു തലമുറ, ദൈവമില്ല എന്ന് പറയുന്ന തലമുറ, ദൈവത്തിൻ്റെ കൃപാവരങ്ങളെയും ദൈവത്തിൻ്റെ പ്രവൃത്തിയും വിശ്വസിക്കാത്ത തലമുറ, പ്രവാചകന്മാരെ കല്ലെറിയുന്ന തലമുറ, പ്രവചനത്തെ വിശ്വസിക്കാത്ത തലമുറ, രോഗശാന്തിയെ വിശ്വസിക്കാത്ത തലമുറ. സോ അങ്ങനെയാണ് ദൈവത്തിൻ്റെ സഭയെയും സ്തോത്രം. ദൈവത്തിന് 2 കൂട്ടരേ ഉള്ളൂ. ദൈവത്തിന് കത്തോലിക്കനും പ്രൊട്ടസ്റ്റന്റും എന്ന് പറയുന്ന 2 കൂട്ടർ ദൈവത്തിനില്ല. ദൈവത്തിന് 2 കൂട്ടരേ ഉള്ളൂ. ഒന്ന് ദൈവത്തിൻ്റെ സഭയും സ്തോത്രം, മറ്റൊന്ന് ജാതികളും, വിശ്വാസികളും അവിശ്വാസികളും എന്ന് പറയുന്ന 2 കൂട്ടരേ ഉള്ളൂ. ഇവരെ തമ്മിൽ വേർതിരിക്കുന്നതായ ഒറ്റ വാക്യം ഞാൻ പറയാം, അതാണ് യോഹന്നാൻ 14:6. ഏറ്റവും വിവാദമുള്ളതായ സ്തോത്രം വചനം യോഹന്നാൻ 14:6. യേശു പറഞ്ഞു ഞാൻ തന്നെ, ബാക്കി പറ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. സ്തോത്രം. അല്ലാതെ യേശു പറഞ്ഞത് പല വഴികളിൽ ഞാനൊരു ബ്രാഞ്ച് വഴി പെരുവഴി എന്നല്ല യേശു പറഞ്ഞത്. പല സത്യങ്ങളിൽ ഞാനും ഒരു സത്യം എന്ന് യേശു പറഞ്ഞില്ല. പലർക്കും ജീവനുണ്ട്, അതിൽ അവരുടെ ഇടയ്ക്ക് ഞാനും ഒരു കുഞ്ഞു ജീവൻ എന്നല്ല യേശു പറഞ്ഞത്. യേശു പറഞ്ഞത് ഞാൻ തന്നെ വഴി. അർത്ഥം വേറൊരു വഴിയില്ല, ഞാനിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല, ഞാൻ തന്നെ വഴി. യേശു കർത്താവ് പറഞ്ഞു ഞാൻ തന്നെ സത്യം, ബാക്കി മുഴുവൻ കള്ളമാണ്. യേശു പറഞ്ഞു ഞാൻ തന്നെ ജീവൻ, ബാക്കിയുള്ളതെല്ലാം മരണമാണ്. ഞങ്ങൾക്ക് പണ്ട് കള്ളക്കണക്ക് എഴുതുന്ന ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ഉണ്ടായിരുന്നു. പുള്ളി ഒരു ദിവസം ഞങ്ങളുടെ ഓഫീസിൽ വന്ന് 2 മണിക്കൂർ എന്നോട് സ്തോത്രം വഴക്കുണ്ടാക്കി. അയ്യോ യേശുവിലൂടെ രക്ഷയെന്ന് പറയല്ലേ കേട്ടോ, യേശുവിലൂടെ മാത്രമാണ് രക്ഷകനെന്ന് പറയല്ലേ, യേശുവിലൂടെ മാത്രമേ സ്വർഗത്തിൽ പോകാൻ കഴിയത്തുള്ളൂ എന്ന് പറയല്ലേ, യേശു കർത്താവ് മാത്രമാണ് സത്യദൈവമെന്ന് പറയല്ലേ. പിന്നെ എന്തോ പറയാനാ? അത് പറയാൻ സ്തോത്രം കഴമ്പില്ലാത്തവൻ, അത് എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ചേമ്പിനോ ചേനയ്ക്കോ കളച്ചാൽ അടുത്ത വർഷം ഈ നേരമാകുമ്പോൾ നല്ല കിഴങ്ങ് കിട്ടും, കത്തുന്ന നരകത്തിൽ വീഴും. എന്നാൽ സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. സ്തോത്രം. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭമാണ്. കള്ളക്കണക്കെഴുതുന്നതല്ല ആത്മീയ ജീവിതം, ഭോഷ്കിൽ വിശ്വസിക്കുന്നതല്ല ആത്മീയ ജീവിതം. 2-1. ഒന്നുകിൽ നീ ദൈവത്തിൻ്റെ പക്ഷം, ഇല്ലെങ്കിൽ നീ സാത്താൻ്റെ പക്ഷം. ഒന്നുകിൽ നീ പരിശുദ്ധാത്മാവിൽ, ഇല്ലെങ്കിൽ നീ ദുരാത്മാവിൽ. ഒന്നുകിൽ നീ ദൈവത്തിൻ്റെ കയ്യിൽ, ഇല്ലെങ്കിൽ സാത്താൻ്റെ കയ്യിൽ. ഒന്നുകിൽ നീ സ്വർഗത്തിൽ, ഇല്ലെങ്കിൽ നീ നരകത്തിൽ. അതുകൊണ്ട് യേശു പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു, എന്നിലൂടെയല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നതേയില്ല. അതുകൊണ്ട് നിങ്ങൾ സ്തോത്രം ഒരു കാരണവശാലും അത് ലജ്ജിക്കപ്പെടരുത്. ഹല്ലേലൂയ. സ്തോത്രം. അതേ തിരുവചനത്തിലേക്ക് നോക്കുമ്പോൾ ആദ്യം സംഭവിക്കുന്നതാണ് വിശ്വാസത്യാഗം. സ്തോത്രം. യേശുവിലുള്ളതായ വിശ്വാസത്യാഗമാണ് പറയുന്നത്. ഇവരെല്ലാം ക്രിസ്ത്യാനികളാണ്. സ്തോത്രം. യേശുവിൽ മാത്രമല്ല രക്ഷ എന്ന് പറയല്ലെന്ന് പറയുന്നവരും ക്രിസ്ത്യാനിയാണ്. ഹല്ലേലൂയ. സ്തോത്രം. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പേരും ക്രിസ്തീയ പേരാണ്, അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പേരും ക്രിസ്തീയ പേരാണ്. പക്ഷേ അത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വിശ്വാസത്യാഗം സംഭവിക്കുന്നു. സ്തോത്രം. രണ്ടാമതായി സംഭവിക്കുന്നതാണ് നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. സോ അവൻ വെളിപ്പെടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സ്തോത്രം. അന്തിക്രിസ്തുവിൽ വെളിപ്പെടുത്തി വരുന്നതായ ചില കാര്യം പറയട്ടെ. നമ്പർ 1, ഹീസ് എ പൊളിറ്റിക്കൽ പവർ. അവനൊരു രാഷ്ട്രീയ ശക്തിയാണ്. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 1 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ അവനൊരു രാഷ്ട്രീയ ശക്തിയാണ്.
അവനൊരു രാഷ്ട്രീയ ശക്തിയാണ്. സ്തോത്രം. അപ്പോൾ 10 കൊമ്പ് 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണനാമം ഉള്ളൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നത് കണ്ടു. അതൊരു രാഷ്ട്രീയ ശക്തിയാണ്. അതൊരു 10 രാജ്യങ്ങളാണ്. അതിൻ്റെ 7 പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ്. രാജമുടി എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ പവർ, രാജാവ് എന്ന് സ്തോത്രം നിങ്ങൾക്ക് കാണുവാൻ തക്കോണം കഴിയും. കഴിഞ്ഞ 200 വർഷമായി ഈ ഒറ്റ വാക്യത്തെക്കുറിച്ച് വ്യാഖ്യാനിച്ച് പറയുന്നതായ ഒരു സ്തോത്രം, അത് ഒരു ദൂതുണ്ട്. 2-ാം വാക്യം വായിച്ചിട്ട് ഞാൻ പറയാം. സ്തോത്രം. ആ 2-ാം വാക്യം പറയുന്നു, വെളിപ്പാട് 13:2, ഞാൻ കണ്ട മൃഗം പുലിക്ക് സദൃശ്യവും അതിൻ്റെ കാൽ കരടിയുടെ കാൽ പോലെയും വായ് സിംഹത്തിൻ്റെ വായ് പോലെയും ആയിരുന്നു. അതിന് മഹാസർപ്പം തൻ്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരം കൊടുത്തു. 3 മൃഗങ്ങൾ ആ 2-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. ഞാൻ ഒരു കാര്യം വളരെ താഴ്മയോടെ പറയട്ടെ. ഏറ്റവും കൂടുതൽ പ്രസംഗിക്കാൻ എന്നെ സംബന്ധിച്ച് വിഷമമുള്ളതായ ഒരു പാഠമാണ് എസ്കറ്റോളജി. സ്തോത്രം. കർത്താവിൻ്റെ വരവ്, നിത്യത തുടങ്ങിയതായ കാര്യം. പക്ഷേ എൻ്റെ ചെറിയ സ്തോത്രം അറിവനുസരിച്ച് ഞാൻ പറയട്ടെ, 3 അതേ മൃഗങ്ങളെക്കുറിച്ച് അവിടെ പറയുന്നു. ഒന്ന് പുള്ളിപ്പുലി, അതിൻ്റെ കാൽ കരടിയുടെ കാൽ, 2 കരടി. 3-ാമത് സ്തോത്രം സിംഹത്തിൻ്റെ വായ്. വെളിപ്പാട് 13:2, ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലി സദൃശ്യവും അതിൻ്റെ കാൽ കരടിയുടെ കാൽ പോലെയും വായ് സിംഹത്തിൻ്റെ വായ് പോലെയുമായിരുന്നു. അതിന് മഹാസർപ്പം ശക്തിയും സിംഹാസനം കൊടുത്തു. 3 മൃഗം. എവിടെയാ ഇന്ന് ലോകത്തിൽ 3 മൃഗം റെപ്രസെന്റ് ചെയ്യുന്ന രാജ്യങ്ങളുണ്ട് ഉള്ളത്? എവിടെയാ 3 മൃഗം? പുള്ളിപ്പുലി, അതേ കരടി, അതുപോലെ സിംഹം. ഇത് 3 എവിടെയാ കിടക്കുന്നത്? ഉണ്ടല്ലോ. അതിൻ്റെ പേരാണ് യൂറോപ്പ്. സ്തോത്രം. അതുകൊണ്ടാണ് കഴിഞ്ഞ 200-ലധികം വർഷമായി ഈ വാക്യത്തെക്കുറിച്ച് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് യൂറോപ്പ്, ഒരിക്കൽ കൂടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയല്ല, പകരം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് യൂറോപ്പ് ആയിരിക്കും അന്തിക്രിസ്തുവിന് വേണ്ടി സിംഹാസനമൊരുക്കുന്ന ജോഗ്രഫിക്കൽ റീജൻ. സ്തോത്രം. ജോഗ്രഫിക്കൽ റീജൻ എന്ന് നമുക്ക് പറയാൻ തക്കോണം കഴിയും. ഭൂമിശാസ്ത്ര മേഖല എന്ന് പറയുന്നത് യൂറോപ്പാണ്. കാരണം പുള്ളിപ്പുലി. എന്താ പുള്ളിപ്പുലിയുടെ പ്രത്യേകത? യിരെമ്യാ പ്രവചനം 5-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് കാണുവാൻ തക്കോണം കഴിയും. പുള്ളിക്ക് തൻ്റെ പുള്ളിയെ മാറ്റുവാൻ കഴിയത്തില്ല, തൻ്റെ സ്വഭാവത്തെ മാറ്റുവാൻ കഴിയത്തില്ല. ദൈവത്തിന് തൻ്റെ വിശ്വസ്തതയെ മാറ്റുവാൻ കഴിയാത്തതുപോലെ സാത്താനും തൻ്റെ സ്വഭാവത്തെ മാറ്റുവാൻ കഴിയത്തില്ല. സാത്താന്യ അധികാരം കൊടുക്കുന്നതായ പുള്ളിപ്പുലിക്ക് അവൻ്റെ തൻ്റെ സ്തോത്രം അതെ എന്തുവാ സ്വഭാവത്തെ മാറ്റുവാൻ കഴിയത്തില്ല. യിരെമ്യാ പ്രവചനം 5-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിൽ നിങ്ങൾക്ക് കാണുവാൻ തക്കോണം കഴിയും. സ്തോത്രം. പുള്ളിപ്പുലി അവിടെ പ്രദേശങ്ങൾക്കെതിരെ പതിയിരിക്കും, അവയിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന എല്ലാവരെയും പറിച്ചു കളിക്കാനും അവരുടെ അതിക്രമങ്ങൾ വളരെയല്ലോ എന്ന് സ്തോത്രം അവിടെ വേദപുസ്തകം പറയുന്നു. പുള്ളിപ്പുലി അവിടെ 3 കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, 3 മൃഗങ്ങളെക്കുറിച്ച് പറഞ്ഞല്ലോ. യൂറോപ്പിൽ നിങ്ങൾ നോക്കുമ്പോൾ റഷ്യ പ്രതിനിധീകരിക്കുന്നതാണ് കരടി. റഷ്യയുടെ സ്തോത്രം ചിഹ്നം നിങ്ങൾ നോക്കുമ്പോൾ റഷ്യയുടെ ദേശീയ മൃഗത്തിൻ്റെ ചിഹ്നമാണ് കരടി. റഷ്യ. 2 സിംഹത്തിൻ്റെ സ്തോത്രം ചിഹ്നമാണ് സിംഹം. ബ്രിട്ടൻ്റെ ദേശീയ മൃഗത്തിൻ്റെ ചിഹ്നമാണ് സിംഹം. ബ്രിട്ടൻ സിംഹത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നു. റഷ്യ സ്തോത്രം കരടിയെ റെപ്രസെൻ്റ് ചെയ്യുന്നു. സ്തോത്രം. അതിൻ്റെ 3-ാമത്തെ മൃഗമാണ് പുള്ളിപ്പുലി. ഈ പുള്ളിപ്പുലിയുടെ ഏറ്റവും പ്രധാനപ്പെട്ടതായ പ്രത്യേകത എന്ന് പറയുന്നത് സ്തോത്രം അതൊരു കത്തോലിക്ക സപ്പോർട്ടുള്ളതായ ഒരു പ്രത്യേക രാജ്യങ്ങളാണ്. പോർച്ചുഗൽ, അതുപോലെ പോളണ്ട്, പിന്നെ സ്തോത്രം ഓസ്ട്രിയ, ജർമ്മനിയുടെ ഒരു പ്രധാനപ്പെട്ടതായ ഭാഗം തുടങ്ങിയതായ ആ രാജ്യങ്ങൾ നോക്കുമ്പോൾ സ്തോത്രം പുള്ളിയെ മാറ്റുവാൻ കഴിയാത്തതായ പുള്ളിപ്പുലിയായി സകലതും ഒരുങ്ങി വരുന്നത് യൂറോപ്പിലാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് യൂറോപ്പ് അതൊരു രാഷ്ട്രീയ ശക്തിയാണ്. വെളിപ്പാട് പുസ്തകം 13 നിങ്ങൾ വായിച്ചു വരുന്നതായ സമയത്ത് അവൻ്റെ ഒരു സംഖ്യയും കൂടെയുണ്ട്. ആ സംഖ്യ നിങ്ങൾ വായിച്ചു വരുമ്പോൾ സംഖ്യയുടെ ആകെ മൊത്തം ടോട്ടലുള്ളതായ സംഖ്യ 666 ആണ്. 666 എന്ന് പറഞ്ഞാൽ സ്തോത്രം 6 അക്ഷരമുള്ള എല്ലാവരും അന്തിക്രിസ്തു എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പെട്ടുപോയി. SURESH തീർന്നു. 6 അക്ഷരം. ആ SURESH. എന്നാൽ സ്തോത്ര ഗ്രീക്കില്, അതുപോലെ എബ്രായ പദത്തിൽ, ഓർഡർ അനുസരിച്ച് പറഞ്ഞാൽ ഹീബ്രുവില്, എബ്രായ പദത്തില്, എബ്രായ ഭാഷയില്, അതുപോലെ ഗ്രീക്കില്, അറബിക്കില് അക്ഷരങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെതായ വാല്യൂ ഉണ്ട്. 3
സ്തോത്രം. അതെ, ഭാഷകൾ ഞാൻ പറഞ്ഞു. ഒന്ന് സ്വർഗീയ ഭാഷയാകുന്ന എബ്രായ ഭാഷ. കാരണം സ്വർഗം എപ്പോൾ തുറക്കപ്പെട്ടോ അപ്പോഴൊക്കെ സ്വർഗത്തിൽ നിന്ന് കേട്ടത് സംസ്കൃതമല്ല, ഉറുദുവല്ല. സ്വർഗം എപ്പോൾ തുറക്കപ്പെട്ടോ വേദപുസ്തകം പറയുന്നു അപ്പോഴൊക്കെ സ്വർഗത്തിൽ നിന്ന് കേട്ടുന്നത് എബ്രായ പദമാണ്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, മഹത്വപ്പെടുത്തും, ഇനിയും മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ചെവി കൊടുപ്പിൻ. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് തുടങ്ങിയ ശബ്ദങ്ങൾ സ്വർഗത്തിൽ നിന്ന് കേട്ടപ്പോൾ അതൊക്കെ കേട്ടത് തമിഴിലല്ല, മലയാളത്തിലല്ല, വേറെ ഒരു ഭാഷയിലുമല്ല, എബ്രായ ഭാഷയിലാണ് അത് കേട്ടത്. അതുകൊണ്ട് എബ്രായ ഭാഷ എന്ന് പറയുന്നത് ലോക്കൽ യെരുശലേം ഭാഷയല്ല, പകരം അത് സ്വർഗീയ ഭാഷയാണ്. ഹല്ലേലൂയ. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്, സ്തോത്രം, അതെ, സ്വർഗീയ ഭാഷ പഠിക്കണമെന്ന്. എനിക്ക് ഒരു അധ്യാപികയുണ്ട്, അവർക്ക് സ്തോത്രം, അവർക്ക് ഏറ്റവും കുറഞ്ഞത് 26 ഭാഷകളെ അറിയത്തുള്ളൂ. 26 ഭാഷകളെ അറിയത്തുള്ളൂ. ചെറുപ്പമാണ് പുള്ളിക്കാരത്തി, സ്തോത്രം, അതെ, 26 ഭാഷയെ അറിയത്തുള്ളൂ. പക്ഷേ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് എബ്രായ ഭാഷ പഠിക്കണമെന്നുള്ളത്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ചില വാക്കുകളൊക്കെ ഞാൻ ഈ ദിവസങ്ങളിൽ സ്തോത്രം അതേ നിങ്ങളോട് പറയുന്നത്. നോക്കണമേ സഹോദരങ്ങളെ, സ്തോത്രം, അവിടെ മനുഷ്യൻ്റെ സംഖ്യ എത്രയെ? വെളിപ്പാട് 13:18 പറയുന്നു 666. സ്തോത്രം. ഈ 666 സംഖ്യയുള്ളതായ പല ചരിത്ര പുരുഷന്മാരെന്ന് പറയുന്നത് ചരിത്രത്തിൽ ഇടമുള്ളതായ ചില വ്യക്തികൾ, അവരുടെ സംഖ്യകൾ 666 വന്നിട്ടുണ്ട്. ഉദാഹരണമായി ഹിറ്റ്ലറിൻ്റെ സ്തോത്രം സംഖ്യയുടെ ആകെ മൊത്തം ടോട്ടൽ, അതാ സംഖ്യയുടെ ഗണം നോക്കുമ്പോൾ അത് 666. അതുകൊണ്ടാണ് സ്തോത്രം ആ പുള്ളിയിൽ അന്തിക്രിസ്തുവിൻ്റെ ആത്മാവ് വ്യാപരിച്ച് ആന്റിസെമിറ്റിസം, ദൈവത്തിൻ്റെ ജനം 60 ലക്ഷം പേരെ അദ്ദേഹം കൊന്നുകളഞ്ഞപ്പോൾ തൻ്റെ പിൻപിൽ പ്രവർത്തിച്ച സാത്താന്യ ബുദ്ധിയും അന്തിക്രിസ്തുവിൻ്റെ ശക്തിയുമെന്ന് സംശയം കൂടാതെ നമുക്ക് പറയാൻ തക്കോണം കഴിയുന്നത്. ഇതുപോലെ ഓരോ സ്തോത്രം അതേ പേരുകൾക്ക് പിൻപിൽ ഓരോ സംഖ്യാഗണം കാണുവാൻ കഴിയും. ആന്റിക്രൈസ്റ്റിൻ്റെ പേര്, എതിർ ക്രിസ്തുവിൻ്റെ പേര് നമുക്കറിയത്തില്ല, പക്ഷേ അതിൻ്റെ സംഖ്യ നമുക്കറിയാം. അവൻ്റെ പേരിനെ മുഴുവൻ ഒരുമിച്ച് കൂട്ടിച്ചേർക്കുമ്പോൾ ബറാക്ക് ഒബാമ പോലെ 666. അതുകൊണ്ടാണ് ബറാക്ക് ഒബാമ, ഞാൻ റിപ്പബ്ലിക്കനുമല്ല ഡെമോക്രാറ്റുമല്ല, ഞാൻ ദൈവദാസനാണ്, ഞാൻ ഉള്ളതുപോലെ പറയും, സ്തോത്രം. അതുകൊണ്ടാണ് ബറാക്ക് ഒബാമ പൗലൂസ് അപ്പോസ്തലന്റെ കാലം മുതലേ ഉള്ളതായ ക്രിസ്ത്യൻ മോണിമെന്റ്സ് സിറിയയിൽ IS തകർത്ത് കളയുമ്പോൾ വായിൽ ചുയിങ്കോം ഇട്ട് അദ്ദേഹം സ്തോത്രം വൈറ്റ് ഹൗസിൽ മിണ്ടാതിരുന്നത്. അതുകൊണ്ട് അമേരിക്കക്കാർ എല്ലാവരും നിയമക്കളൊന്നും എനിക്ക് പറയാൻ തക്കൊന്നും കഴിയത്തില്ല. നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്, നിങ്ങൾ ബ്ലൈൻഡഡ് ആകല്ലേ, സത്യത്തെ സത്യമെന്ന് തിരിച്ചറിയണം. ഒരു പ്രസിഡന്റിൽ, ഒരു മുഖ്യമന്ത്രിയിൽ വ്യാപരിക്കുന്ന ആത്മാവേദെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഒരു പ്രാസംഗനിൽ വ്യാപരിക്കുന്ന ആത്മാവേദ, ഒരു സഭയിൽ വ്യാപരിക്കുന്ന ആത്മാവേദ എന്ന് നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾക്ക് ആവശ്യമല്ല, അത്യാവശ്യമുള്ളതായ കൃപാവരമാണ് വിവേചനം എന്ന് പറയുന്നത്. സ്തോത്രം. അന്തിക്രിസ്തുവിന്റെ പേരറിയില്ല, അവന്റെ സംഖ്യ അറിയാം 666. അങ്ങനെയാണെങ്കിൽ യേശു എന്ന സംഖ്യയുടെ, യേശുവ എന്ന സംഖ്യയുടെ ടോട്ടാലിറ്റി എത്രയാണ്, അതിൻ്റെ സംഖ്യാബലം എത്രയാണ്? ഒരുമിച്ച് നോക്കുമ്പോൾ അത് 888. സ്തോത്രം. അന്തിക്രിസ്തുവിന്റെ സംഖ്യാബലം 666, യേശു എന്ന് പറഞ്ഞാൽ 888. എന്താ 8? അത് പുതിയ തുടക്കം. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. പണ്ടുള്ളവയെ ഓർക്കേണ്ട, മുമ്പുള്ളവയെ നിരൂപിക്കേണ്ട, ഇതാ ഞാൻ പുതിയ ഒന്ന് ചെയ്യുന്നു. യേശു നിങ്ങളുടെ ജീവിതത്തിൽ പഴമകളുടെ ദൈവമല്ല, ഇതാ ഞാൻ സകലതും പുതുതാക്കുന്നു. നിങ്ങൾ വേദപുസ്തകത്തിൽ പുതിയ നിയമം തുറക്കുമ്പോൾ തന്നെ അവിടെ വലിയ ഒറ്റ പേജിൽ എഴുതിയിട്ടുണ്ട്, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പുതിയ നിയമം, പുതിയ തുടക്കം, പുതിയ നിയമം. അതുകൊണ്ട് യേശു നിങ്ങളിൽ പാർക്കുമ്പോൾ ഒരിക്കലും പഴയ ദുഃഖവും പഴയ ഭാരവും പഴയ പ്രശ്നവും പഴയ പോരാട്ടമല്ല, സ്തോത്രം, എന്ന എക്സൈറ്റ്മെൻ്റ് ആണ്. സ്തോത്രം. പുതുമകളുടെ ദൈവമാണ് നാസറേത്തിലെ ആശാരിയാകുന്ന മെശിഹ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപയാൽ ചെയ്യുന്നത് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്. അവരുടെ രാഷ്ട്രീയ ശക്തിയാണ്. സ്തോത്രം. അപ്പോൾ 666 അന്തിക്രിസ്തുവിൻ്റെ എങ്കിൽ നമ്മുടെ കർത്താവിൻ്റെ സംഖ്യ 7 പെർഫെക്ഷൻ. പിന്നെ കർത്താവ് യേശു 888. എനിക്കിങ്ങനെ ഒത്തിരി കാര്യം പറഞ്ഞിരിപ്പാൻ തക്കോണമുണ്ട്. അതൊരു രാഷ്ട്രീയ ശക്തിയാണ്. സ്തോത്രം. വരുവാൻ പോകുന്നതായ ആരാ? അന്തിക്രിസ്തു.
അവൻ സകല രാജ്യത്തെയും ഭരിപ്പാൻ തക്കവണ്ണം സാത്താൻ അവനിതാ അധികാരം കൊടുക്കുകയാണ്. മുഴുവൻ ലോകത്തെയും അവൻ ഭരിക്കും. സ്തോത്രം. നമ്പർ 2, രണ്ടാമത് അവൻ്റെ പ്രത്യേകത എന്താണ്? വെളിപ്പാട് പുസ്തകം 13:14 വായിക്കുമ്പോൾ വരുന്ന എതിർ ക്രിസ്തുവിൻ്റെ പ്രത്യേകത 13:14 പറയുന്നു. 13:14 പറയുന്നു, മൃഗത്തിൻ്റെ മുൻപിൽ പ്രവർത്തിപ്പാൻ തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ തെറ്റുകയും വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തിന് പ്രതിമ ഉണ്ടാക്കുവാൻ ഭൂവാസികളോട് പറയുകയും ചെയ്യും. ഓഹോ, വാളാൽ മുറിവേറ്റു, പക്ഷെ എന്നിട്ട് അവൻ ജീവിച്ചു. ആരാ? മൃഗം. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. വാളാൽ മുറിവേറ്റു, എന്നിട്ടും ഈ ആഴത്തിൽ നിന്ന് കയറി വരുന്ന അന്തിക്രിസ്തു ഉണ്ടല്ലോ, അവൻ ജീവിച്ചു എന്ന്. ഹേ, ഇതുപോലെ മുറിവേറ്റിട്ടും തകർന്നിട്ടും ജീവിച്ച ഒരുത്തനെ എനിക്കറിയാം. എവിടെയാണ്? അരിമത്തിലെ യോസെഫിന്റെ കല്ലറയിൽ നിന്ന് അവൻ ഉയർത്തെഴുന്നേറ്റു. സോ എതിർ ക്രിസ്തു എക്സാക്ട്ലി യേശു കർത്താവിനെ കോപ്പി അടിക്കുകയാണ്. അതുകൊണ്ട് സ്തോത്രം, അതേ യേശു മുറിവേറ്റിട്ട് അവൻ എഴുന്നേറ്റ് വന്നതുപോലെ മുഴുവൻ മീഡിയയും അവനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യും. ആരെങ്കിലും അവനെ വെടിവെക്കുമായിരിക്കും, അല്ലെങ്കിൽ ബോംബ് സ്ഫോടനമായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തകർച്ചയായിരിക്കാം. എല്ലാവരും പറയും, ഇതാ ഈ സ്തോത്രം ഭരണ സാരഥി ഭയങ്കര ബുദ്ധിമാൻ, വാചകമടിച്ച് ഭോഷ്ക് പറഞ്ഞ് മറ്റുള്ളവരെ കയ്യിലെടുക്കുന്ന ഈ പുതിയ ഭരണാധികാരി, അദ്ദേഹം ഇതാ തകർന്നു പോയി. പക്ഷേ സൂപ്പർ നാച്ചുറൽ മിറക്കൽ പവറാൽ, സാത്താന്യ മിറക്കലിനാൽ, സാത്താന്യ അത്ഭുതത്താൽ അവൻ വീണ്ടും മുറിവേറ്റിട്ടും ജീവിച്ച് എഴുന്നേറ്റ് വരികയാണ്. അതുകൊണ്ട് നടക്കുന്ന അത്ഭുതമെല്ലാം ദൈവികമെന്നൊന്നും ഒരിക്കലും പറയല്ല. പലരും അത്ഭുതം ചെയ്യണേ, അത്ഭുതം കാണണേ എന്നാണ് പറയുന്നത്. അത്ഭുതം കണ്ട് കൈയടിക്കാനാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ നിശ്ചയമായിട്ട് നിങ്ങൾ വഞ്ചിക്കപ്പെടും. എന്നാൽ വചനം കേട്ട് ബലപ്പെടാതെ ഇരിക്കുന്നെങ്കിൽ നിങ്ങൾ പണിയപ്പെടും. അത്ഭുതം കണ്ട് കൈയടിക്കുന്നതല്ല ക്രിസ്തീയ ജീവിതം, വചനത്തിൽ വളരുന്നതാണ്. വചനം കർത്താവാണ്. അപ്പോൾ സ്തോത്രം, ഇവനിതാ ജീവിച്ച മൃഗത്തിന് പ്രതിമയുണ്ടാക്കാൻ ഭൂവാസികളോട് പറയുകയും, അടുത്ത വാക്യം, മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരൊക്കെയും കൊല്ലേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുവാൻ അതിന് ബലം ലഭിച്ചു. അപ്പോൾ അവിടെ നമസ്കാരമുണ്ട്. നമ്പർ 2, രണ്ടാമത് അന്തിക്രിസ്തുവിൻ്റെ പ്രത്യേകത, സാത്താൻ അവനെ നമസ്കരിപ്പാൻ ലോകത്ത് മുഴുവൻ ഇതാ സ്തോത്രം ഒരുക്കുകയാണ്. നമ്പർ 2, ഒന്ന് അവൻ പൊളിറ്റിക്കൽ പവറാണ്. 2, അവന് സ്തോത്രം ലോകത്തിന് മുഴുവൻ ആരാധന പിടിച്ചു പറ്റുന്നു. മുഴുവൻ ലോകവും അവനെ നമസ്കരിക്കുകയാണ്. എന്തിനാണ് നമസ്കരിക്കുന്നത്? ആദ്യമേ സാത്താൻ്റെ തന്ത്രം അതായിരുന്നല്ലോ. യെശയ്യാ പ്രവചനം 14, അതുപോലെ സ്തോത്രം എസെക്കിയേൽ പ്രവചനം 28, ദൈവത്തെക്കാൾ മേലെ കയറി മുഴുവൻ സൃഷ്ടിയുടെയും ആരാധന ഏറ്റെടുക്കാനാണ് സാത്താൻ ആഗ്രഹിച്ചത്. അപ്പൊ സാത്താന് ഏറ്റവും സ്തോത്രം കൂടുതൽ ഇഷ്ടമുള്ളതായ കാര്യമാണ് ആരാധിക്കണം. ഞാൻ എപ്പോഴും എല്ലാവരുടെയും അറ്റൻഷനിലായിരിക്കണം, എല്ലാവരും എന്നെ നോക്കണം, എല്ലാവരും എന്നെ സ്തുതിക്കണം, എല്ലാവരും എന്നെക്കുറിച്ച് പറയണം, എല്ലാവരും എന്നെ വാഴ്ത്തണം, എല്ലാവരും എന്നെക്കുറിച്ച് ചച്ച കൊള്ളാം എന്ന് പറയണമെങ്കിൽ അതൊരിക്കലും ദൈവികമല്ല. ആരാധന എടുക്കുന്നത് സാത്താന്യം, ആരാധന കൊടുക്കുന്നത് ദൈവികം. നിങ്ങളിൽ ആ സാത്താന്യ സ്വഭാവം ഉണ്ടോ? എല്ലാവരും എന്നെ എങ്ങനെ വീശിക്കൊണ്ടിരിക്കണം, എല്ലാവരും ഞാൻ നല്ലവനെന്ന് പറയണം, എല്ലാവരും എൻ്റെ ചുറ്റും നിന്ന് ഹോശാന പാടണം, എല്ലാവരും നീ വലിയ ദൈവദാസനാണ്, നീ ഭയങ്കരനാണ് എന്നിങ്ങനെ പറയണം. അത് ഭയങ്കര സാത്താന്യമാണ്. മഹത്വം നീ എടുക്കല്ല, മഹത്വം ദൈവത്തിന് കൊടുത്തോളണം. ഹല്ലേലൂയ. നിങ്ങളെന്നെ മാനിക്കുമായിരിക്കും, പക്ഷെ നിങ്ങളെന്നെ ആരാധിക്കല്ല. അയ്യോ, ഞങ്ങളെ ബ്രദർ ഇല്ലാത്തത് കൊണ്ട് ഇന്ന് ഒരു രസമില്ല എന്ന് പറയല്ലേ. കർത്താവുള്ളിടത്ത് എല്ലായിടത്തും വെള്ളം വീഞ്ഞായി തീരും. നിങ്ങളുടെ അറ്റൻഷൻ ഒരിക്കലും മനുഷ്യനാകല്ല. സ്തോത്രം. എപ്പോൾ വണ്ടി വരും ആ വണ്ടിക്ക് പോകാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുക. കാരണം ചർച്ച് പണിക്കേണ്ടത് ഹീറോ വർഷിപ്പിലല്ല, ചർച്ച് പണിക്കേണ്ടത് ദൈവത്തിലാണ്. ദൈവസഭ പണിക്കേണ്ടത്. അതുകൊണ്ട് ഏതെങ്കിലും കൊച്ചാച്ചനല്ലേ സഭ പണിയുന്നെങ്കിൽ ഞാൻ പറയും അതിൻ്റെ പേര് ക്ലബ്ബാണ്, അത് ദൈവസഭയല്ല. ക്രിസ്തുവിൽ പണിയുന്നത് മാത്രമേ ദൈവത്തിൻ്റെ കൃപയാൽ നിൽപ്പാൻ കഴിയത്തുള്ളൂ. അവനിതാ സ്തോത്രം ആരാധന ഏറ്റെടുക്കുകയാണ്. സ്തോത്രം. മുറിവേറ്റിട്ടും എഴുന്നേറ്റ് വന്ന് അവനിത് ആരാധന ഏറ്റെടുക്കുകയാണ്. ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് പറയട്ടെ, ജോൺ എഫ് കെന്നഡി ഉയർത്തെഴുന്നേറ്റാൽ അദ്ദേഹം അന്തിക്രിസ്തു ആകാൻ്റെ എല്ലാ ലക്ഷണമുണ്ട്. അമേരിക്കയുടെ വൺ ഓഫ് ദ ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്തോത്രം ചിന്തിക്കുന്നതായ അല്ലെങ്കിൽ നല്ല പ്രസിഡന്റ് എന്നൊക്കെ പറയുന്ന ഒരാളാണ് ജോൺ എഫ് കെന്നഡി. ജോൺ എഫ് കെന്നഡി എഴുന്നേറ്റാൽ മുഴുവൻ അമേരിക്കയും മുട്ടയിലഴയും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ. ലോകം മുഴുവൻ പറയും സ്തോത്രം. സോ ഇതുപോലെ ഒരു അത്ഭുതത്തോടു കൂടിയായിരിക്കും അന്തിക്രിസ്തു പ്രവേശിക്കുന്നത്. അവൻ മുറിവേറ്റു, തകർന്നു, പക്ഷേ അവൻ ജീവിച്ചെഴുന്നേൽക്കുകയാണ്. അരിമത്തിലെ കല്ലറയിൽ തകർന്നുടഞ്ഞിരുന്നവൻ സ്തോത്രം അതേ കല്ലറയുടെ മുദ്രയെ തകർത്ത് ഉയർത്തെഴുന്നേറ്റതുപോലെ എക്സാക്ട്ലി ദ സെയിം മാനർ സാത്താൻ സ്തോത്രം കോപ്പി അടിക്കാൻ ശ്രമിക്കുന്നവനാണ്. അടുത്തിരിക്കുന്നവർ നോക്കി ഒരിക്കൽ കൂടെ ഇന്നത്തെ തലക്കെട്ട് പറഞ്ഞാട്ടെ, വഞ്ചിക്കപ്പെടല്ലേ. പെട്ടെന്ന് പറഞ്ഞേ,
വഞ്ചിക്കപ്പെടല്ല. സ്തോത്രം. സോ ഈ ദിവസങ്ങളിൽ നിങ്ങൾ കൈവിടപ്പെട്ട കർത്താവെന്ന സഭയെ കൊണ്ടുപോയി, അയ്യോ ഞങ്ങൾ ഇവിടെ ആയിപ്പോയി, എൻ്റെ ഭാര്യ പോയെ, എൻ്റെ മക്കൾ പോയി, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് പോയി, എൻ്റെ പാസ്റ്റർ പോയ, ഞാൻ പോയില്ലേ, ഞാനിതാ CNN കണ്ട്, BBC കണ്ട്, ഏഷ്യാനെറ്റ് കണ്ട്, സ്തോത്രം. ബാക്കിയുള്ള ചാനലുകൾ മോശമൊന്നല്ല ഞാൻ പറഞ്ഞത്, ഞാൻ കാണുന്നതാണ് ഞാൻ പറഞ്ഞത്. സ്തോത്രം. ഓഫ്കോഴ്സ് ഞാൻ CNN കാണാറില്ല, BBC കാണും, ബാക്കി ഏഷ്യാനെറ്റും കാണും. സ്തോത്രം. അതെ, അയ്യോ ഞാൻ കൈവിടപ്പെട്ടു പോയേ എന്നാരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ സ്തോത്രം. പെട്ടെന്ന് ഇതുപോലെ ഒരു അത്ഭുതം ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ നേതാവ്, അദ്ദേഹം പെട്ടെന്ന് ഉയർത്തെഴുന്നേറ്റെങ്കിൽ അവനെ നമസ്കരിച്ചാൽ നീ എൻ്റെ പരിപാടി തീർന്നു. പക്ഷെ അവൻ വരുന്നതിന് മുമ്പ് എൻ്റെ കർത്താവ് വരുന്നതിനായി ഇന്ന് രാത്രി കരങ്ങൾ ഉയർത്തി എല്ലാവരും ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നമ്പർ 2, അന്ത്യക്രിസ്തുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അവൻ എന്താ ചെയ്യുന്നത്? അവന് സ്തോത്രം അറ്റൻഷൻ ഏറ്റെടുക്കുകയാണ്, അവന് ആരാധന ഏറ്റെടുക്കുകയാണ്. വെളിപ്പാട് 13:6-7 വാക്യങ്ങൾ വായിക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടെ നിങ്ങൾക്ക് കാണുവാൻ തക്കോണം കഴിയുന്നു. സ്തോത്രം. വെളിപ്പാട് 13:6-7 അത് ദൈവത്തിൻ്റെ നാമത്തെയും അവൻ്റെ കൂടാരത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും ദുഷിപ്പാൻ ദൈവദൂഷണത്തിനായി വായു തുറന്നു. 7-ാം വാക്യം, വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാനും അതിന് അധികാരം ലഭിച്ചു. സകല ഗോത്രങ്ങളുമേലും വംശങ്ങളുമേലും ഭാഷകളുമേലും ജാതികളുമേലും അധികാരം ലഭിച്ചു. സോ അതാണ് സ്തോത്രം, അധികാരം ലഭിച്ചു. അടുത്ത 3-ാമതായി എനിക്ക് പറയാനുള്ളത്, അവന് അധികാരമുണ്ട്, സാത്താന്യ അധികാരമുണ്ട്. ലോകത്തെ ഭരിപ്പാൻ അവന് സാത്താന്യ അധികാരമുണ്ട്. ആ അധികാരത്തിൽ നിന്നിട്ട് അവരിതാ ദൈവത്തെയും ദൈവത്തിൻ്റെ ജനത്തെയും ദൈവിക കൂടാരത്തെയും അവൻ ദൂഷിക്കുകയാണ്. 6-ാം വാക്യം പറയുന്നു, സ്തോത്രം, ദൈവത്തിൻ്റെ നാമത്തെ അവൻ ദൂഷിക്കുന്നു, ദൈവത്തിൻ്റെ കൂടാരത്തെ ദൂഷിക്കുന്നു, ദൈവത്തെ ദൂഷിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു കൂടാരമുണ്ടെന്ന് അവിടെ എഴുതിയിരിക്കുന്നതായ ആ കൂടാരം എന്ന വാക്ക് ബൂത്സ് എന്നാണ്. ബൂത്സ് എന്ന് പറഞ്ഞാൽ കൂടാര പെരുന്നാൾ കേട്ടിട്ടില്ലേ? മത്തായി സുവിശേഷം 17-ാം അധ്യായത്തിൽ അതേ പത്രോസ് പറഞ്ഞത്, ഇവിടെ 3 ബൂത്സ് ഉണ്ടാകട്ടെ. ദാറ്റ് മീൻസ് ഇവിടെ 3 കൂടാരമുണ്ടാകട്ടെ, കൂടാര പെരുന്നാൾ. ഇപ്പോൾ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു കൂടാരമുണ്ട്. ഏതേൻ പർദീസയിൽ മനുഷ്യൻ ദൈവത്തിനോട് കൂടെ വസിച്ചു. ഒരിക്കൽ കൂടെ, ഏതേൻ തോട്ടത്തിൽ മനുഷ്യൻ ദൈവത്തോട് കൂടെ വസിച്ചു. സ്തോത്രം. നിത്യതയിൽ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൽ അതേ ദൈവത്തിൻ്റെ സഭയാകുന്നതായ കുഞ്ഞാടിൻ്റെ മണവാട്ടി അവനോട് കൂടെ വസിപ്പാൻ വേണ്ടി പോകുന്നു. ആദ്യത്തിലും ബൈബിളിൻ്റെ ആരംഭത്തിലും ഒരു കൂടാരം, അവസാനത്തിലും ഒരു കൂടാരം. അതുകൊണ്ട് ബൈബിൾ ഒരു ട്രാജഡിയുടെ പുസ്തകമല്ല. ഇറ്റ്സ് എ ബുക്ക് ഓഫ് ട്രയംഫ് ആൻഡ് വിക്ടറി. ഇറ്റ്സ് എ ബുക്ക് ഓഫ് കോമഡി. സ്തോത്രം. അവിടെ ദൈവത്തിൻ്റെ സഭയും ദൈവത്തിൻ്റെ നാമത്തെയും സ്വർഗത്തിൽ വസിക്കുന്ന ദൈവത്തെയും അവൻ ദൂഷിക്കുകയാണ്. അധികാരത്തിലിരുന്ന് അവൻ ദൂഷിക്കുകയാണ്. നമ്പർ 3, അവന് അധികാരമുണ്ട്. വീണ്ടും സ്തോത്രം, അവൻ ദൂഷിക്കുകയാണ്. അതുകൊണ്ട് അധികാരം കിട്ടിയാൽ എല്ലാം കിട്ടിയെന്ന് ആരെങ്കിലും ചിന്തിക്കല്ലേ. കാരണം സഭ അധികാരത്തിൻ്റെ പിന്നാലെ, ആത്മീയ അധികാരമല്ല ഞാൻ പറയുന്നത്, ലോകത്തിൻ്റെ അധികാരം, ലോകത്തിൻ്റെ ധാടി മോടിയ അധികാരം. സ്തോത്രം. സഭയുടെ വടി എന്ന് പറയുന്നത് കസേരയുടെ വടിയല്ല. സഭയുടെ വടി എന്ന് പറയുന്നത് ക്രൂശിൻ്റെ വടിയാണ്. യേശു കർത്താവ് ക്രൂശും ചുമന്നാണ് അവൻ ജയിച്ചത്. യോഹന്നാൻ സുവിശേഷം 19:17 പറയുന്നു, കർത്താവ് യേശു ക്രിസ്തു ക്രൂശുമെടുത്ത് സ്തോത്രം അതെ അവൻ കടന്നുപോയി, ക്രൂശിൽ അവൻ തൂങ്ങി. യേശു കർത്താവ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് മരണത്തെ ജയിച്ചു. ഹോശിയ പ്രവചനം 13:14, ഹോശിയ 13:14, 1 കൊരിന്ത്യർ 15:55. ഹേ മരണമേ നിരുവിഷമുള്ളവിടെ, ഹേ പാതാളമേ നിന്റെ ജയം എവിടെ നിന്ന്? മരണത്തെയും പാതാളത്തെയും കർത്താവ് യേശു ക്രിസ്തു ജയിച്ചു. എങ്ങനെ ജയിച്ചു? ക്രൂശിൽ ജയിച്ചു. ക്രൂശിൽ യേശു ജയിച്ചു. അതുകൊണ്ട് യേശുവിൻ്റെ വഴി ക്രൂശിൻ്റെ ജയമാണ്, അല്ലാതെ സിംഹാസനത്തിൻ്റെ വഴിയല്ല. സഭയുടെ വഴി എന്താണ് പറഞ്ഞാട്ടെ? സഭയുടെ വഴിയും ക്രൂശിൻ്റെ വഴിയാണ്. അതുകൊണ്ട് ആണ് ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ പാടുന്നത്, ക്രൂശൻ്റെ മുൻപിൽ ലോകമൻ പിൻപിൽ. സ്തോത്രം. അതുകൊണ്ട് ക്രൂശിൻ്റെ വഴിയാണ് സ്തോത്രം ദൈവസഭയുടെ വഴി. നമ്പർ 4, 4-ാമത് അന്തിക്രിസ്തുവിൻ്റെ സ്തോത്രം പ്രധാനപ്പെട്ടതായ മറ്റൊരു കാര്യമാണ്. ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ടതായ ഒരു കാര്യമായി എനിക്ക് പറയാനുള്ളത് വെളിപ്പാട് 12:9. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളഞ്ഞ പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു, അവൻ്റെ ദൂതന്മാരെയും അവനോടുകൂടെ തള്ളിക്കളഞ്ഞു. അപ്പോൾ സ്തോത്രം 12:9 പറയുന്ന വേറെ കാര്യമാണ്, അന്ത്യക്രിസ്തു ലോകത്ത് മുഴുവൻ, അല്ലെങ്കിൽ എതിർ ക്രിസ്തു ലോകത്ത് മുഴുവൻ അവൻ തെറ്റിച്ചു കളയുന്നു. ലോകം മുഴുവൻ അവൻ വഞ്ചനയിൽ അവൻ തെറ്റിച്ചു കളയുന്നു. മത്തായി സുവിശേഷം 24:23-24 വാക്യത്തിൽ വളരെ പ്രകടമായി യേശു കർത്താവ്
ആദ്യകാലത്തെ എതിർ ക്രിസ്തുവിൻ്റെ നാളുകളിൽ സംഭവിച്ചുള്ള ആ സ്തോത്രം ഡിസപ്ഷനെ കുറിച്ച്, വഞ്ചനയെക്കുറിച്ച് പറയുകയാണ്. മത്തായി സുവിശേഷം 24 അധ്യായം 23, 24 വാക്യങ്ങൾ. അന്ന് ആരാനും നിങ്ങളോട് ഇതാ ക്രിസ്തു ഇവിടെയെന്നും അല്ല അവിടെയെന്നും പറഞ്ഞാൽ വിശ്വസിക്കരുത്. 24 കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെ തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്യും. അവിടെ ഇതാ സ്തോത്രം 4ാമത്തെ കാര്യമായി എനിക്ക് പറയാനുള്ളത്, വൃതന്മാരെ പോലും തെറ്റിച്ച് കളയത്തക്കതായ അത്ഭുതങ്ങളും അടയാളങ്ങളും. നമ്മെപ്പോലെയൊക്കെ വലിയ ദൈവകൃപയും പ്രാർത്ഥനയും വചനപരിജ്ഞാനവും കൃപാവരവും എന്നൊക്കെ പറയുന്നവർ പോലും തെറ്റിപ്പോകുന്നതായ കാര്യമാണ്. വളരെ പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നതായ നല്ല പ്രീച്ചേഴ്സ് ഈ ദിവസങ്ങളിൽ നമ്മുടെ ഇടയിലുണ്ട്. പക്ഷെ അതിൽ ചിലര് ഈ ദിവസങ്ങൾ പറയുന്നത് കർത്താവ് AD 70 വന്നു പോയെന്നാണ്. യേശു കർത്താവ് AD 70 വന്നുപോയി. അപ്പൊ അന്ത്യക്രിസ്തു ആരായിരുന്നു? അന്ത്യക്രിസ്തു അച്ഛൻ അറിയത്തില്ലേ? അച്ഛൻ അറിയത്തില്ലേ അന്ത്യക്രിസ്തു? എന്നോട് നേരിട്ട് പറഞ്ഞ അന്ത്യക്രിസ്തു എന്ന് പറയുന്നത് നീറോ കൈസറെ കുറിച്ചാണ് കർത്താവ് അന്ത്യക്രിസ്തു എന്ന് പറഞ്ഞത്. കാരണം നീറോ കൈസറിനെയും ഗുണിച്ച് ഹരിച്ച് ഒക്കെ നോക്കുമ്പോൾ 666 നേരത്തെ ഞാൻ ഹിറ്റ്ലറിനെ കുറിച്ച് പറഞ്ഞ പോലെ. സ്തോത്രം. അതുകൊണ്ട് അവർ പറയുന്നു ഇനി യേശു വരത്തില്ല, തെറ്റിപ്പോയി. കൃപാവരമുള്ളവർ, ശുശ്രൂഷയുള്ളവർ, രോഗശാന്തിയുള്ളവർ തെറ്റിപ്പോയി. സ്തോത്രം. വളരെ കൃത്യമായി കർത്താവ് അങ്ങനെ തന്നെ പറഞ്ഞു, നിങ്ങൾ ഡിസപ്ഷനിലെ വഞ്ചനയിൽ അകപ്പെടാതിരിപ്പാൻ കഴിയുമെങ്കിൽ വൃതന്മാരെ പോലും അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും തെറ്റിച്ച് കളയുകയാണ്. സ്തോത്രം. കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് യഹൂദന്മാരുടെ ഉപനിഷത്തുകൾ അല്ലെങ്കിൽ അവരുടെ ചരിത്ര പുസ്തകത്തിൽ നിങ്ങൾ നോക്കുമ്പോൾ AD 70 ശേഷം അല്ലെങ്കിൽ AD 33 ശേഷം, അത് കറക്റ്റാ പറയുന്ന അതാ നല്ലത്, കർത്താവ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് AD 33 ആ AD 33 ശേഷം നാളിതുവരെ 40ഓളം ആൾക്കാരാണ് മെശിഹയായി വന്നെന്നാണ് യഹൂദന്മാർ പറയുന്നത്. 40ഓളം മെശിഹമാർ, കള്ളക്രിസ്തുക്കൾ ചരിത്രത്തിൽ വരുമ്പോൾ 40ഓളം മെശിഹമാർ. അവർ ചിലര് യഹൂദമതം ഉപേക്ഷിച്ച് വേറെ ചിലതിൽ ചേർന്നിട്ടുണ്ട്. അപ്പൊ കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും വരുന്ന ഒരു വഞ്ചനയുടെ ആത്മാവ്, സ്തോത്രം, അതെവിടെയാണ്? അത് നിശ്ചയമായിട്ടും സ്തോത്രം അന്തിക്രിസ്തുവിൽ ഉള്ളതാണ്. അവസാനമായി സ്തോത്രം, ഈ ഇതിൽ നിന്ന് മറ്റൊരു തരത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഒരു പോയിന്റ് കൂടെ പറഞ്ഞ് ഞാൻ എടുക്കട്ടെ. 5ാമതായി എനിക്ക് പറയാനുള്ളത് വെളിപ്പാട് പുസ്തകം 16:13. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 16:13 വായിക്കുമ്പോൾ ഈ അന്തിക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ എതിർ ക്രിസ്തുവിൻ്റെ മറ്റൊരു ലക്ഷണമാണ്, എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ് ലോകത്തിൽ വ്യാപരിക്കുന്ന മറ്റൊരു ലക്ഷണമാണ് മഹാസർപ്പത്തിൻ്റെ വായിൽ നിന്നും മൃഗത്തിൻ്റെ വായിൽ നിന്നും പ്രവാചകൻ്റെ വായിൽ നിന്നും തവള പോലെ 3 അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നത് ഞാൻ കണ്ടു. എന്തുപോലെ? തവള പോലെ 3 ആത്മാക്കൾ പുറപ്പെടുന്നത് കണ്ടു. അന്ത്യകാലത്ത് അവിടെ 3 പേരുണ്ടല്ലേ, മഹാസർപ്പം, മൃഗം, കള്ളപ്രവാചകൻ. അവിടെ സാത്താനിയ ട്രിനിറ്റി നിങ്ങൾക്ക് കാണാൻ കഴിയും. അവിടെ സ്തോത്രം സാത്താനിയ തൃത്വം നിങ്ങൾക്ക് കാണാൻ കഴിയും. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മ എന്നതുപോലെ മഹാസർപ്പം അവൻ സാത്താനാണ്. 2 സ്തോത്രം കള്ളപ്രവാചകൻ, പിന്നെ മൃഗം. ഓർഡറിൽ പറഞ്ഞാൽ മഹാസർപ്പം എന്ന സാത്താൻ, 2 മൃഗമെന്ന എതിർ ക്രിസ്തു, 3 കള്ളപ്രവാചകൻ. ഇവിടെ വായിൽ നിന്ന് എന്തോ ആത്മാവ് പുറപ്പെടുന്നു, അശുദ്ധാത്മാവ് പുറപ്പെടുന്നു. അവ എങ്ങനെയാണ്? ആ അശുദ്ധാത്മാവ് തവള പോലെയാണ്. തവളയെ കണ്ടിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. തവളയെ കണ്ടിട്ടുള്ള ഇല്ലേ? നാളെ ഞാൻ കൊണ്ടുവരാം. സ്തോത്രം. തവളയുടെ പ്രത്യേകത എന്താണ്? തവളയുടെ പ്രത്യേകത, നിങ്ങൾ സിറ്റിയിലെ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നെങ്കിൽ തവളയുടെ ശബ്ദം നിങ്ങൾ കേൾക്കേണ്ട ഭാഗ്യം നിങ്ങൾക്ക് കാണത്തില്ല. പക്ഷേ തവളയുടെ പ്രത്യേകത വെറുതെ ഇരിക്കത്ത. തവള എപ്പോഴും ഇരുന്ന് പേക്രോം ഫറവോ എന്ന് പറഞ്ഞിങ്ങനെ വിളിച്ചിട്ടിരിക്കുന്നതാണ് തവള. തവള എപ്പോഴും ഇങ്ങനെ ശബ്ദിച്ചിട്ടേ ഇരിക്കും. ചില വീടുകളിൽ ചെല്ലുമ്പോൾ എപ്പോഴും ഇങ്ങനെ ന്യൂസ് കേൾക്കുകയാണ്. എപ്പോഴും ന്യൂസിലാണ് അവർ ജീവിതം. അവരുടെ ജീവിതം വീട്ടിലല്ല, അവരുടെ ജീവിതം. ചിലർ ന്യൂസിൽ അഡിക്റ്റാണ്. അത് ചിലർ മദ്യത്തിൽ അഡിക്റ്റ് എന്നതുപോലെ, ചിലരുടെ ഡ്രഗ്സിൽ അഡിക്റ്റ് എന്നതുപോലെ, പോണോഗ്രാഫിയിൽ അഡിക്റ്റ് എന്നതുപോലെ, ഞാൻ വളരെ കറക്റ്റായിട്ട് പറയട്ടെ, നിങ്ങൾ ന്യൂസിൽ അഡിക്റ്റാണ്. നിങ്ങൾ എപ്പോഴും കേൾക്കുന്നത് സ്തോത്രം മഹാസർപ്പത്തിൻ്റെ വായിൽ നിന്ന്, മൃഗത്തിൻ്റെ വായിൽ നിന്ന്, കള്ളപ്രവാചകൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന അശുദ്ധാത്മാവിൻ്റെ ശബ്ദമാണ് നിങ്ങൾ കേൾക്കുന്നത്. സ്തോത്രം. കാരണം യുവമാർ പറയുന്ന 80% കള്ളമാണ്. ഹല്ലേലൂയ. ഇത് കേട്ടാണ്
നിങ്ങൾ കേട്ട് എത്ര പേർക്ക് കൊറോണ വന്നു, എത്ര പേർക്ക് കൊറോണ പോയി. സ്തോത്രം. ഏതൊക്കെ രീതിയിൽ കൊറോണ വന്നു, ഇനി ആർക്കൊക്കെ വരാൻ പോകുന്നു, 3-ാം തരംഗം എങ്ങനെയായിരിക്കും, 4-ാം തരംഗം എങ്ങനെയായിരിക്കും, ആരുടെയൊക്കെ രോമം പൊടിയും, ആരുടെയൊക്കെ സ്തോത്രം. കം ഓൺ, സ്റ്റോപ്പ് ഇറ്റ്. നീ കേൾക്കേണ്ടത് ദൈവത്തിൻ്റെ വചനമാണ് കേൾക്കേണ്ടത്. ഹല്ലേലൂയ. മോശമായ അന്തരീക്ഷത്തിൽ ഇരിക്കുന്നെങ്കിൽ, സസ്യങ്ങൾ പോലും കെട്ടുപോകുന്നെങ്കിൽ, മോശം അന്തരീക്ഷം വാട്സപ്പിലും സ്തോത്രം ഫേസ്ബുക്കിലും വായിച്ച് പറഞ്ഞ് കേട്ട് ചിന്തിച്ച് ധ്യാനിച്ചിരുന്നാൽ സ്തോത്രം നീ ആത്മാവിൽ വാടിപ്പോകും. അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ കേൾക്കേണ്ട ദൈവത്തിൻ്റെ വചനം. ഞാനൊക്കെ എത്രയോ വർഷമായി യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുമ്പോൾ കേൾക്കുന്ന ദൈവവചനമാണ്. നല്ല നല്ല ഗാനങ്ങളായിരിക്കും. പക്ഷേ ഞാൻ ഗാനം എടുക്കുമ്പോൾ പാട്ട് സെലക്ട് ചെയ്യുമ്പോൾ അതിൽ യേശു ഉണ്ടായിരിക്കും, നിർബന്ധമായി യേശു ഉണ്ടായിരിക്കും. അതിൽ ക്രൂശ് ഉണ്ടായിരിക്കും, അത് യേശുവിൻ്റെ രക്തം ഉണ്ടായിരിക്കും. അർത്ഥം വേറെ എവനെങ്കിലും തോന്നിയതുപോലെ എഴുതുന്നതല്ല ഞാൻ കേൾക്കുന്നത്, ദൈവവചനമാണ് ഞാൻ കേൾക്കുന്നത്. ദൈവവചനം പാടുമ്പോഴാണ് ദൈവത്തിൻ്റെ ആത്മാവ് ചലിക്കുന്നത്. അല്ലാതെ ബ്ലസ് മീ കിസ് മീ എന്ന് പറയുന്നതല്ല സുവിശേഷ ഗാനം എന്ന് പറയുന്നത്. സ്തോത്രം. അതെ, നീയും ഞാൻ മാത്രമുള്ള അതല്ല സ്തോത്രം. അതെ, അതല്ല ക്രിസ്തീയ ഗാനം എന്ന് പറയും. ഐ ആം ദ ഫ്രണ്ട് ഓഫ് ഗാഡ്, I am the friend of God. Stop it. I am the son of God. അത് പഴയ നിയമത്തിൽ അബ്രഹാം വന്നിരുന്നെങ്കിൽ പാടുമായിരുന്നു, I am the friend of God. I am the friend. സോ അതുകൊണ്ട് സ്തോത്രം, കർത്താവായ യേശുവില്ലെങ്കിൽ അത് സുവിശേഷം അല്ല. അതുകൊണ്ട് പാട്ടെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അതിൽ ക്രോസ് ഉണ്ടോ, അതിൽ കുരിശുണ്ടോ, യേശു എന്ന പദമുണ്ടോ? സ്തോത്രം. ബാക്കിയുള്ള എല്ലാതും മാറ്റിവെക്ക്. ഇല്ല, അത് പറയാൻ പറ്റത്തില്ല. ഇന്ന് വലിയ പള്ളികളുണ്ടായിരുന്നു കേട്ടോ. കൊറോണയ്ക്ക് തൊട്ടുമ്പോൾ വലിയ പള്ളികളുണ്ടായിരുന്നു. അവരെ സ്തോത്രം പൊങ്ങി വന്ന വചനത്തിലല്ല പൊങ്ങി വന്നേ, അവർ പാട്ടിലാണ് പൊങ്ങി വന്നേ. അപ്പോൾ പാട്ടിൽ പൊങ്ങി വന്ന ആ സഭക്കാർ നാട്ടിലുള്ള എല്ലാവരെയും പാട്ടിലാക്കുവാൻ വേണ്ടി അവർ യേശുവും കുരിശും ഒക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് സ്തോത്രം, വാട്ട് എ വണ്ടർഫുൾ നെയിം എന്നൊക്കെ അവരിങ്ങനെ പാടി തുടങ്ങി. പക്ഷേ തമ്പുരാൻ എന്ത് ചെയ്തു? കൊറോണ എന്ന് പറഞ്ഞ ഒരു സൂത്രത്തെ തുറന്നുവിട്ട് ആ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികളെ പൂട്ടി. ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ കൃപയാൽ സുവിശേഷത്തിന് വേണ്ടി സ്തോത്രം നിങ്ങൾ നിൽക്കുന്നെങ്കിൽ ക്രൈസ്റ്റ് ആയിരിക്കണം അവിടെ സെൻട്രൽ ഉണ്ടായിരിക്കേണ്ടത്, ക്രിസ്തു ആയിരിക്കണം അവിടെ സെൻട്രൽ ഉണ്ടായിരിക്കേണ്ടത്. അത് പറഞ്ഞ് അതിലേക്ക് ഞാൻ പെട്ടെന്ന് കടന്നു വരട്ടെ. അപ്പോൾ നോക്കണമേ, സ്തോത്രം, നമ്മൾ വഞ്ചിക്കപ്പെടരുത്. 5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അല്ലേ? 5 കാര്യങ്ങൾ. അതൊരു പൊളിറ്റിക്കൽ പവറാണ് എതിർ ക്രിസ്തു എന്ന് പറയുന്നത്. വ്യാജമായ അത്ഭുതത്തോടെ അവൻ ആരാധന പിടിച്ചു പറ്റുന്നവനാണ്. ദൈവത്തെ ദുഷിക്കത്തക്ക അധികാരം അവനുള്ളവനാണ്. പിന്നെ എന്താണ്? സ്തോത്രം. അതെ, അവന് ഏറ്റവും കൂടുതൽ ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്നവനാണ്. സ്തോത്രം. ജനത്തെ മുഴുവൻ എന്തുവാ? 3 ദുരാത്മാക്കൾ ഇങ്ങനെ ദുരാത്മാക്കൾ അവൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട് ജനത്തെ വ്യാജത്താൽ നിറയ്ക്കുന്നവനാണ്. അതിൽ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ഈ ഹിറ്റ്ലറിൻ്റെ നാളിൽ ഹിറ്റ്ലർ നല്ലവനാണെന്നും ഹിറ്റ്ലറിൻ്റെ ഭരണം ഭയങ്കരമാണെന്നും ജർമ്മനി ഏറ്റവും നല്ലതാണെങ്കിലും നമ്മളെപ്പോലെ ലോകത്തിൽ ഏറ്റവും നല്ല ആൾക്കാർ ഇല്ലെന്നും സ്തോത്രം, യഹൂദന്മാർ വെറും വേസ്റ്റാണെന്നും അമ്മമാരെ കൊന്നുകളഞ്ഞാൽ മാത്രമേ നമ്മുടെ നാടിന് രക്ഷയുള്ളൂ എന്ന് പറഞ്ഞ് ഒരു പ്രൊപ്പഗൻഡ അന്നുണ്ടായിരുന്നു. ഹിറ്റ്ലറിൻ്റെ ഏറ്റവും വലിയ രഹസ്യമായിരുന്നു പ്രൊപ്പഗൻഡ. ജനത്തെ മുഴുവൻ വഞ്ചന പറഞ്ഞ് കള്ളം പറഞ്ഞ് വഞ്ചന പറഞ്ഞ് കള്ളം പറഞ്ഞ് വഞ്ചന പറഞ്ഞ് കള്ളം പറഞ്ഞ് വഞ്ചന പറഞ്ഞ് കള്ളം പറഞ്ഞ് സ്തോത്രം, ജർമ്മനിയെ മുഴുവൻ അതേ പാട്ടിലാക്കി. അത് കള്ളമാണ് അവർ പറയുന്നത്. അതങ്ങനെ പറയുന്നതായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരായിരുന്നു ജോസഫ് ഗീബൽസ്. ജോസഫ് ഗീബൽസ് എന്ന് പറയുന്ന 1.5 കാലുള്ള ഒരു മനുഷ്യനാണ്. അംഗവൈകല്യമുള്ളവനാണ്. ത്രികോണേ എന്നേ നടക്കത്തുള്ളൂ. 1.5 കാലുള്ളവനായിരുന്നു ജോസഫ് ഗീബൽസ്. ഭയങ്കര സ്തോത്രം ബുദ്ധിമാനായിരുന്നു, ഭയങ്കര വിദ്യാഭ്യാസ സമ്പന്നനായിരുന്നു ജോസഫ് ഗീബൽസ്. പക്ഷെ പുള്ളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു തന്ത്രമായിരുന്നു, അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യം, അദ്ദേഹത്തിൻ്റെ സ്ലോഗനായിരുന്നു, ഒത്തിരി പ്രാവശ്യം ഒരേ കള്ളം നിങ്ങൾ ആവർത്തിക്കുമ്പോൾ അത് അവസാനം സത്യമാകും. ശ്രദ്ധിക്കുക, ഒത്തിരി പ്രാവശ്യം ഒരേ കള്ളം നിങ്ങൾ ആവർത്തിക്കുമ്പോൾ അത് സത്യമാകും. അതുകൊണ്ട് തന്നെ കള്ളമാണ് പറയുന്നത്. ഇന്നും ലോകത്തിൽ പല മാധ്യമങ്ങൾ കള്ളം പറയുകയാണ്. പല സ്തോത്രം, അതേ രാഷ്ട്ര നേതാക്കന്മാർ കള്ളം പറഞ്ഞിരിക്കുകയാണ്. അമ്മാരെല്ലാം ഒരുക്കുന്നത് എതിർ ക്രിസ്തുവിന് വേണ്ടി റെഡ് കാർപ്പറ്റ് വിരിക്കുകയാണ്. അതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ പറയേണ്ടത്, നിങ്ങൾ വിശ്വസിക്കേണ്ടത്, ഈ തവള പോലെ എപ്പോഴും 24 മണിക്കൂറും തവള ശബ്ദിക്കുന്നത് പോലെ എപ്പോഴും ശബ്ദിച്ചിട്ടിരിക്കുന്ന ന്യൂസ് മീഡിയ അല്ല. സ്മിത്ത് വിഗിൽസ്വർത്ത് പോലെയുള്ള ദൈവത്തിൻ്റെ ദാസന്മാർ അക്കാലത്ത് സ്തോത്രം തങ്ങളുടെ ഭവനത്തിൽ ന്യൂസ് പേപ്പറിനെ കയറ്റത്ത് പോലും ഇല്ലായിരുന്നു. അതേസമയത്ത് എല്ലാ അരമണിക്കൂറും അവരെ ദൈവത്തിൻ്റെ വചനം ഉച്ചത്തിൽ വായിക്കുമായിരുന്നു. അതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ TV അഡിക്ഷനിലിരിക്കുന്നവർ, ന്യൂസ് അഡിക്ഷനിലിരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി വിടുവിക്കപ്പെടണം. സ്തോത്രം. അതേ എതിർ ക്രിസ്തുവിൻ്റെ വഞ്ചനയിൽ നിന്ന് പുറത്തു വന്നാട്ടെ.
അഡിക്ഷനിൽ നിന്ന് പുറത്ത് വന്നാട്ടെ. ഞാൻ ന്യൂസ് കേൾക്കല്ലെന്നോ പറയുന്ന ഒരു ഫെനാറ്റിക് ആയിട്ടല്ല ഞാൻ പറയുന്നത്. പകരം കേട്ടോ, 1-2 പ്രാവശ്യം കേൾക്കുക, മാക്സിമം 1 പ്രാവശ്യം കേൾക്കുക. ബാക്കി ദൈവത്തിൻ്റെ വചനത്തിൽ സ്തോത്രം അടയ്ക്കുക. എപ്പോഴും ഞങ്ങളൊക്കെ നല്ല പാട്ട് കേൾക്കും, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കും. നെഗറ്റീവ് പ്രീച്ചിങ് അല്ല, പോസിറ്റീവ് പ്രീച്ചിങ്. കാരണം ബൈബിളിൻ്റെ ശബ്ദം നെഗറ്റീവ് അല്ല, ബൈബിൾ കുറ്റം പറയുന്ന ശബ്ദമല്ല. ബൈബിൾ വേറൊരുത്തന്നെ കുത്തി വേദനിപ്പിക്കുകയല്ല. ബൈബിൾ സ്തോത്രം വേറൊരുത്തന്നെ വിധിക്കുന്നതല്ല, മറ്റുള്ളവനെ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നതല്ല. ബൈബിൾ നമ്മെ പണിയുന്നതാണ്. സോ അങ്ങനെയുള്ള നല്ല ദൂതുകൾ കേട്ടാട്ടെ, നിങ്ങളെ ലിഫ്റ്റ് ചെയ്യുന്ന, നിങ്ങളെ പണിയുന്ന നല്ല ഗാനങ്ങൾ കേട്ടാട്ടെ. എന്നാൽ മാത്രമേ ഈ അശുദ്ധ ലോകത്ത് നിങ്ങൾക്ക് വിശുദ്ധിയിൽ നിൽപ്പാൻ കഴിയത്തുള്ളൂ. ഈ തണുപ്പിക്കുന്ന ലോകത്തിൽ ആത്മാവിൻ്റെ ചൂടോടെ ജീവിപ്പാൻ കഴിയത്തുള്ളൂ. കാരണം അന്തരീക്ഷം മോശമാണ്. ഈ അന്തരീക്ഷം സ്തോത്രം നിങ്ങളുടെ ആത്മീയത്തിന് അനുകൂലമല്ല. ഈ ലോകത്തിൻ്റെ സിസ്റ്റം, ഈ ലോകത്തിൻ്റെ രാഷ്ട്രീയം, ഈ ലോകത്തിൻ്റെ വ്യവസ്ഥിതി നിങ്ങളെ ആത്മാവിൽ വളർത്താത്തതാണ്. സ്തോത്രം ഒഴുക്ക് നിങ്ങൾക്കെതിരെ ഇതാ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒഴുക്കിനെതിരെ നിങ്ങൾ നീന്തണമെങ്കിൽ, ഈ അന്ത്യകാലത്ത് നിങ്ങൾ ജയിച്ച് ജീവിക്കണമെങ്കിൽ, ജയിച്ച് ശുശ്രൂഷിക്കണമെങ്കിൽ, ലോകം പറയുന്നതും ലോകത്തിൻ്റെ താളവും ലോകത്തിൻ്റെ ഓളത്തിലുമല്ല നിൽക്കേണ്ടത്. പകരം വാ, ഈ തലമുറയിൽ നമുക്ക് ഒഴുക്കിനെതിരെ നീന്താം. ഹല്ലേലൂയ. അതുകൊണ്ട് വഞ്ചിക്കപ്പെടല്ല. ദൈവത്തിൻ്റെ സഭയെ, ദൈവത്തിൻ്റെ ജനമേ വഞ്ചിക്കപ്പെടല്ല. കർത്താവ് സൈഡിലാകല്ല. കർത്താവ് ദൈവത്തിൻ്റെ കൃപയാൽ നിങ്ങളുടെ സെൻറ്ററിൽ തന്നെ ആയിരിക്കണം. വഞ്ചിക്കപ്പെടാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ കണ്ണ് തുറന്നിരിക്കണം. ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു, കണ്ണ് തുറന്നിരിക്കണം. അടുത്തിരിക്കുന്ന എല്ലാവരും നോക്കി പറഞ്ഞാട്ടെ, വഞ്ചിക്കപ്പെടാതിരിക്കും, കണ്ണ് തുറക്കണം. പെട്ടെന്ന് പറ. ഉറങ്ങിയിരിക്കുന്നവരെ, ആ ചുവരിൽ ചാരിയിരിക്കുന്നവരെ, കട്ടിൽ ചാരി കിടക്കുന്നവരെ, ആ സോഫയിൽ കിടന്ന് പകുതി ധ്യാനിക്കുകയും മാനിക്കുകയും ചെയ്ത് കണ്ണടച്ചവരെ, എണീക്ക്. കമോൺ, ഗുഡ് മോർണിംഗ്. സമയം 8:30 സ്തോത്രം. അത് എണീക്ക്, കണ്ണ് തുറക്ക്. കണ്ണുറന്നേ പറ്റത്തുള്ളൂ. പൗലോസ് അപ്പോസ്തലൻ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കോമൺലി പ്രാർത്ഥിച്ചതായ ഒരു കാര്യമാണ്, അവർക്ക് നീളമുള്ള കുതിരവണ്ടി കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചില്ല. അന്ന് കാറില്ലല്ലോ. നീളമുള്ള കുതിര കൊടുക്കണമേ, വലിയ വണ്ടി കൊടുക്കണേ എന്നൊന്നും പൗലൂസ് പ്രാർത്ഥിച്ചില്ല. പൗലൂസുകാർക്ക് വലിയ മന്മാളിക കൊടുക്കണമേ, അവരെ പിള്ളേരെ എല്ലാവരെയും അന്നത്തെ ഏറ്റവും വലിയ പട്ടണമായ റോമാപുരിയിൽ കൊണ്ടുപോയി പാർപ്പിക്കണമേ എന്നൊന്നും പൗലൂസ് മൈഗ്രേഷന് വേണ്ടിയൊന്നും പ്രാർത്ഥിച്ചില്ല. ഇന്ന് ചിലരെല്ലാം വാ തുറന്ന് പ്രവചനം പറഞ്ഞാൽ മൈഗ്രേഷൻ വരുന്നുള്ളൂ. മഞ്ഞ് പൊഴിയുന്നത് കാണുന്നു, അമേരിക്കയുടെ കൊടി പാറുന്നു. Come on, stop it. അതിൻ്റെ പേരാണ് ആത്മീയ ജ്യോത്സ്യം. അത് പ്രവചനം എന്ന് വിളിക്കാതെ ആത്മീയ ജ്യോത്സ്യന്മാരെ സ്തോത്രം കണ്ടിട്ട് മാത്രമേ ചിലർക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. എൻ്റെ ഫോൺ എന്ത് ചെയ്യേ സ്തോത്രം. ചിലർ ഇങ്ങനെയാണ് വരുന്നത്. ഇത് സാരിയാണെങ്കിൽ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ച് സ്തോത്രം ആത്മീയ ജ്യോത്സ്യം റെക്കോർഡ് ചെയ്യാൻ വേണ്ടി വരിക. കമോൺ, നിന്നെ നിത്യതയിൽ എത്തിക്കുന്നതാണ് പ്രവചനം. മറ്റത് ജ്യോത്സ്യമാണ്. എല്ലാ വരങ്ങളും ഏറ്റവും അധികമായി എല്ലാ വരങ്ങളും മാനിപ്പുലേറ്റ് ചെയ്യാറുണ്ട്. അതിലേറ്റവും കൂടുതൽ മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണ്, ഏറ്റവും കൂടുതൽ സ്തോത്രം തന്ത്രത്തിൽ ഉപയോഗിക്കപ്പെടുന്നതാണ് പ്രവചനം എന്ന് പറയുന്നത്. അതെ, നേഴ്സിൻ്റെ കോട്ട് കാണുന്നു, ഡോക്ടറുടെ സൂചി കാണുന്നു. കമോൺ, ഇതൊക്കെ കണ്ടിട്ട് എന്തുവാ? ഹല്ലേലൂയ. ചിലപ്പോൾ നിന്നെ കുത്തുന്നതായിരിക്കും കണ്ടത്. ഓ കമോൺ, ഹല്ലേലൂയ. ആത്മാവിൽ പണിയുന്നതാണ് ദൈവത്തിൻ്റെ ശബ്ദം. അല്ലാതെ നീ ഡോളർ പിടിക്കുന്നതോ നീ രൂപ പിടിക്കുന്നതോ ദൈവത്തിന് അതല്ല വേണ്ടിയത്. സ്തോത്രം. അതേ മഞ്ഞു പൊടിക്കുന്ന രാജ്യവും അമേരിക്കൻ പരിപാടിയെല്ലാം ഉണ്ട്. പക്ഷേ സ്തോത്രം, എൻ്റെ ദൈവം മറ്റേ മൊത്തം ഊറ്റുന്ന പാപ്പച്ചനായി തീരാനല്ല സ്തോത്രം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നീ ദൈവത്തിൻ്റെ കൃപയിൽ വളരണം. അല്ലെങ്കിൽ അത് സ്പിരിച്വൽ ആത്മീയ സ്തോത്രം, അതെ ആത്മീയ മൂല്യച്യുതിയായിരിക്കും അവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് ആണ് പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥനയെ പറഞ്ഞ് ഈ ജനത്തിൻ്റെ കണ്ണുകൾ തുറക്കണം. കണ്ണ് തുറക്കണമെങ്കിൽ അല്പം ചിലവുള്ള കാര്യമാണ്. മത്തായി സുവിശേഷം 6:22 പറയുന്നു, കണ്ണ് തുറക്കണമെങ്കിൽ സംഭവിക്കേണ്ട ഒന്നാമത്തെ കണ്ടീഷൻ. മത്തായി സുവിശേഷം 6-7 അധ്യായമാണെന്ന് തോന്നുന്നു. 3 കാര്യം എനിക്ക് പറയാനുള്ളത്. അല്ല, 1 യോഹന്നാൻ കൂടെയുണ്ട്. 2 വാക്യങ്ങൾ മത്തായിൽ നിന്ന് പറയാം കണ്ണ് തുറക്കാൻ, 1 യോഹന്നാനിൽ നിന്ന് പറയാം. മത്തായി സുവിശേഷം 6:22. ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാകുന്നു. ഒരിക്കൽ കൂടെ, ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചുവള്ളതല്ലെങ്കിൽ നിന്റെ ശരീരം മുഴുവൻ പ്രകാശിതമായിരിക്കും. 23. കണ്ണ് കേടുള്ളതെങ്കിലോ നിന്റെ ശരീരം മുഴുവൻ ഇരുണ്ടതായിരിക്കും. എന്നാൽ നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ നിന്റെ ഇരുട്ട് എത്ര അധികം. അതുകൊണ്ട് ഒന്നാമതായി തിരുവചനം പറയുകയാണ്, നിന്റെ കണ്ണ് തുറന്നിരിക്കണം. ദാറ്റ് മീൻസ് നിന്റെ കണ്ണ് തുറന്ന് കണ്ണ് ചൊള്ളതാകണമെങ്കിൽ, ശരീരം മുഴുവൻ പ്രകാശിക്കണമെങ്കിൽ, നമ്പർ 1 ഫോക്കസ് റൈറ്റ് ആയിരിക്കണം. റൈറ്റ് ലക്ഷ്യമായിരിക്കണം. ലക്ഷ്യം നല്ലതായിരിക്കണം.
ലക്ഷ്യം നല്ലതായിരിക്കണം. നിങ്ങളുടെ ലക്ഷ്യം ഏതാണ്? അമേരിക്കയാണോ, യൂറോപ്പാണോ, പൈസയാണോ, സ്ഥാനമാണോ, പ്ലാറ്റ്ഫോമാണോ, വലിയ ക്രൗഡാണോ? കമോൺ, അതല്ല നിങ്ങളുടെ ലക്ഷ്യം. നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കർത്താവായിരിക്കട്ടെ. നിങ്ങളുടെ ലക്ഷ്യം യേശുവായിരിക്കട്ടെ. നിങ്ങളുടെ ലക്ഷ്യം നിത്യത ആണ് എൻ്റെ ലക്ഷ്യം എന്ന് പോലും പറയല്ലേ. യേശു അവിടെ ഉള്ളത് കൊണ്ടാണ്, അഥവാ അല്ലെങ്കിൽ ദൈവം അവിടെ ഉള്ളത് കൊണ്ടാണ് സ്വർഗം നിത്യതയാകുന്നത്. സ്വർഗത്തെ സ്വർഗമാക്കുന്നത് കർത്താവാണ്. നമ്മുടെ ലക്ഷ്യം യേശുവാണ്. ചിലരുടെ പ്രസംഗം നിത്യത. യേശു എന്തേടോ? യേശുവിടെ പോയി. നിന്റെ പ്രസംഗത്തിൽ യേശു ഇല്ലെങ്കിൽ നിത്യത എന്ന് പറയുന്നത് ചിലപ്പോൾ മറ്റേ നിത്യതയായി പോകും. അതുകൊണ്ട് പ്രസൻസ് ഓഫ് ജീസസ്, സ്തോത്രം, യേശുവിൻ്റെ സാന്നിധ്യം അതായിരിക്കണം. അതുകൊണ്ട് നമ്പർ 1, നിന്റെ കണ്ണ് തുറന്ന് ഒരു വിശ്വാസിയായി നീ വഞ്ചിക്കപ്പെടാതിരിപ്പാൻ നിന്റെ ഫോക്കസ്, നിന്റെ ലക്ഷ്യം റൈറ്റ് ആയിരിക്കണം. നമ്പർ 2, രണ്ടാമത് പറയട്ടെ, സ്തോത്രം, നിന്റെ കണ്ണ് തുറന്നിരിപ്പാൻ മത്തായി സുവിശേഷം 7-ാം അധ്യായം 1 മുതൽ 5 വരെ വായിക്കുമ്പോൾ, മത്തായി സുവിശേഷം 7-ാം അധ്യായം 1 മുതൽ 5 വരെ വായിക്കുമ്പോൾ അവിടെ ഇതാ വഞ്ചിക്കപ്പെടാതിരിക്കേണ്ട രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം പറയുന്നു. സ്തോത്രം, അതെ, ജഡ്ജ്മെൻറ്റും ക്രിറ്റിസിസവും വേണ്ട, വിമർശനം വേണ്ട, കുറ്റം പറച്ചിൽ വേണ്ട. വിമർശനം പറയുന്നവൻ, കുറ്റം പറയുന്നവൻ, മറ്റുള്ളവരെ വിധിക്കുകയും കുറ്റം പറയുകയും ചെയ്യുന്നവൻ, മറ്റുള്ളവൻ വിധിക്കുകയും കുറ്റം പറയുകയും ചെയ്യുന്നവൻ, അവൻ എത്ര വെള്ള വസ്ത്രം ഇട്ടാലും, അവൻ എത്ര വലിയ ഉപദേശിയെങ്കിലും, എത്ര വലിയ കാര്യം പറയുന്നെന്ന് തോന്നിയാലും അവൻ, സ്തോത്രം, കണ്ണ് പൊട്ടനാണ്. കാരണം കണ്ണ് തുറന്നിരിക്കുന്നവന് ഇതിനൊന്നും നേരമില്ല എന്ന് ഞാനല്ല പറയുന്ന, ബൈബിൾ പറയുന്നു. മത്തായി സുവിശേഷം 7-ാം അധ്യായം 1 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ, നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെ വിധിക്കും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങളും അളന്നു കിട്ടും. എന്നാൽ സ്വന്തം കണ്ണിലെ കോൽ ഓർക്കാതെ സഹോദരന്റെ കണ്ണിലെ കരട് എടുക്കുന്നത് എന്ത്? അല്ല, സ്വന്തം കണ്ണിൽ കോൽ ഇരിക്കെ സഹോദരനോട് നിൽക്കൂ, കണ്ണിൽ നിന്ന് കരട് എടുത്ത് കളയട്ടെ എന്ന് പറയുന്നത് എങ്ങനെ? കപടഭക്തിക്കാര, ഉപദേശിയെ, വിശ്വാസിയെ, കർത്താവ് പറയുക, നിന്നെ സംബോധന ചെയ്യുക, കപടഭക്തിക്കാര. മുൻപേ സ്വന്തം കണ്ണിൽ നിന്ന് കോൽ എടുത്ത് കളക, പിന്നെ സഹോദരൻ്റെ കണ്ണിൽ നിന്ന് കരട് എടുത്തു കളവാൻ വെടിപ്പായി കാണാം. ഞാൻ ചില ഡിക്ഷണറിയിൽ നിന്ന് നോക്കി, കരട് എന്താ? കരട് തന്നെയാണ്, ചെറിയൊരു പൊടി. ഈ കോലെന്താ? ഞാൻ വിചാരിച്ചത്, സ്തോത്രം, പല്ലുകുത്തിയുടെ ദശാംശമായിരിക്കും. പല്ലുകുത്തുന്ന ചെറിയൊരു സൂത്രം ഉണ്ടല്ലോ, എൻ്റെ ദശാംശത്തിൻ്റെ ദശാംശമായിരിക്കും ഈ കോലെന്ന ഓർത്തത്. പക്ഷേ ഞാൻ നോക്കിയ അർത്ഥം നോക്കിയപ്പോൾ നമ്മുടെ ടെലിഫോണിൻ്റെ അല്ലെങ്കിൽ വരുന്ന ഇലക്ട്രിസിറ്റിയുടെ വരുന്ന മറ്റേ പോസ്റ്റ് ഉണ്ടല്ലോ, അതാണ് കോല്. തമ്പുരാനെ, അതും കൊണ്ട് ഒരുത്തൻ ഇങ്ങനെ നടക്കുന്നു എന്ന് ഓർത്തെ. ടെലിഫോൺ പോസ്റ്റും കൊണ്ട് ഒരുത്തൻ, റെവറൻഡ് പ്രീച്ചർ ദാണ്ട നടക്കുകയാണ്. അവൻ്റെ ഒരറ്റം മുതൽ മററ്റം വരെ സ്വന്തം കണ്ണിൽ കോലിരിക്കുകയാണ്. അതിരിക്കുന്നവനാണ് ഇന്ന്, സ്തോത്രം, ഫേസ്ബുക്കിലും യൂട്യൂബിലും മറ്റവൻ്റെ കരടെടുക്കാൻ വേണ്ടി നടക്കുന്നത്. സ്വന്തം കണ്ണിൽ കോലിരിക്കുന്നവൻ മറ്റവൻ്റെ കണ്ണിൽ കരടിന് കുറ്റം പറയുന്നു. ഇന്ന് കരടെടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, കരട് മിനിസ്ട്രി ഇന്റർനാഷണൽ www.karade.org എന്ന് പറഞ്ഞ് നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ഉടനെ മനസ്സിലാക്കണം, അവൻ്റെ വെബ്സൈറ്റിന് പേരിടേണ്ടത് www.kol.org എന്നാണ്. സ്തോത്രം, അതുള്ളവൻ കണ്ണ് പൊട്ടനാണ്. മറ്റുള്ളവരെ വിമർശിക്കുന്ന, മറ്റുള്ളവരെ കുറ്റം പറയുന്ന, മറ്റുള്ളവരെ വിമർശിക്കാൻ ദൈവം നമ്മെ വിളിച്ചിട്ടുണ്ടോ? നോവേ. അതിനർത്ഥം, സ്തോത്രം, നമ്മുടെ കണ്ണ് കുരുടാണ് എന്നാണ്. നമ്പർ 3, മൂന്നാമത് വേറൊരു കാര്യം കൂടെ പറയുന്നു. 1 യോഹന്നാൻ 2-ാം അധ്യായം 9 മുതൽ 11 വരെ. അതെല്ലായിടത്തും കോമണാണ്, പ്രത്യേകിച്ച് ക്രൈസ്റ്റ് സെൻ്ററിൽ. 1 യോഹന്നാൻ 2-ാം അധ്യായം 9 മുതൽ 11 വരെ. ഹലോ, എനിക്ക് എൻ്റെ പിള്ളേരെയല്ലേ തല്ലാൻ പറ്റത്തുള്ളൂ, നാട്ടുകാരെ എനിക്ക് തല്ലാൻ പറ്റത്തില്ലല്ലോ. നാട്ടുകാരെ തല്ലുന്നെങ്കിൽ, സ്തോത്രം, നാട്ടുകാരെല്ലാം കൂടെ എന്നെ വടിയാക്കത്തില്ലയോ? 1 യോഹന്നാൻ 2-ാം അധ്യായം 9 മുതൽ. ഞാൻ ക്രൈസ്റ്റ് സെൻ്ററുകാരും കാണുന്നില്ല, റിയലി കാണുന്നില്ല, അവർ വേറെ ചിലതിലൊക്കെ ബിസിയാണ്. സ്തോത്രം, 1 യോഹന്നാൻ 2-ാം അധ്യായം 9 മുതൽ 11 വരെ. വെളിച്ചത്തിൽ ഇരിക്കുന്നു എന്ന് പറയുകയും ബ്രദർ സുരേഷ് ബാബുവിനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ ഇന്നയോളം ഇരുട്ടിലിരിക്കുന്നു എന്നല്ല ബൈബിൾ എഴുതിയിരിക്കുന്നത്. വെളിച്ചത്തിൽ ഇരിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ ഇന്നയോളം ഇരുട്ടിലിരിക്കുന്നു. 10-ാം വാക്യം, സഹോദരനെ സ്നേഹിക്കുന്നവൻ വെളിച്ചത്തിൽ വസിക്കുന്നു, ഇടർച്ചയ്ക്ക് അവനിൽ കാരണമില്ല. 11-ാം വാക്യം, സഹോദരനെ പകയ്ക്കുന്നവനോ ഇരുട്ടിൽ ഇരിക്കുന്നു, ഇരുട്ടിൽ നടക്കുകയും ചെയ്യുന്നു. ഇരുട്ടിൽ അവൻ്റെ കണ്ണ് കുരുടാകിയാൽ എവിടേക്ക് പോകുന്നു എന്ന് അവൻ അറിയുന്നില്ല. അപ്പോൾ ഡിസപ്ഷൻ്റെ, വഞ്ചനയുടെ മൂന്നാമത്തെ കാര്യമാണ് പക. സ്തോത്രം, മറ്റുള്ളവരോടുള്ള നീരസം, മറ്റുള്ളവരോടുള്ള ക്ഷമിക്കാത്ത മെൻറ്റാലിറ്റി, മറ്റുള്ളവരോടുള്ള കയ്പ്. 3 കാര്യം ഞാൻ പറയാം. 1 ബിറ്റർനെസ്, കയ്പ്. 2 അൺഫോർഗീവ്നെസ്,
സ്തോത്രം, ക്ഷമിക്കാത്ത സ്വഭാവം. അക്ഷമ. 3, നീരസം. സ്തോത്രം, അതെ, ബിറ്റർനെസ്, അൺഫോർഗിവ്നെസ് ആൻഡ് റിസെന്റ്മെന്റ്. സ്തോത്രം, കയ്പ്, അക്ഷമ, നീരസം. ഇതുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയാണ്? നിങ്ങൾ വഞ്ചനയിലാണ്. നിങ്ങളുടെ കണ്ണ് അടഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് സ്തോത്രം, കണ്ണ് തുറക്കുവാൻ നമ്മൾ എന്ത് ചെയ്യണം? സ്തോത്രം, കണ്ണ് തുറക്കുവാൻ ദൈവകൃപയാൽ സ്തോത്രം വെൽ ഫോക്കസ്ഡ് ആയിരിക്കണം. കാണേണ്ടതിനെ കൃത്യമായി കാണണം. ദൈവത്തെ കാണണം, ദൈവത്തിൻ്റെ മക്കളെ കാണണം. സ്തോത്രം, വെൽ ഫോക്കസ്ഡ് ആയിരിക്കണം. പോസിറ്റീവായി കാണേണ്ടതിനെ മാത്രം കാണണം. നമ്പർ 2, രണ്ടാമത് സ്തോത്രം, ജഡ്ജ്മെൻറ്റ്, ക്രിറ്റിസിസവും മറ്റുള്ളവരോടുള്ള വിമർശനം നിർത്തണം. 3, ദൈവത്തിൻ്റെ കൃപയാൽ സ്തോത്രം, അതെ, മറ്റുള്ളവരെ പകയ്ക്കാതെ ഇരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കണ്ണ് തുറക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അയ്യോ നമ്മൾ വഞ്ചിക്കപ്പെട്ടു പോയോ? ഈ അന്ത്യകാലത്ത് അന്ത്യക്രിസ്തുവിൻ്റെ അതിപ്രസരത്തിലാണോ നാം ജീവിക്കുന്നത്? ഇല്ല, തേജസ്സിൻ്റെ സുവിശേഷത്തിലാണോ നാം നിൽക്കുന്നത്? നമുക്ക് നമ്മെ തന്നെ അനലൈസ് ചെയ്യാൻ, മറ്റുള്ളവരെ അനലൈസ് ചെയ്യുന്ന മൈക്രോസ്കോപ്പ് മിനിസ്ട്രി ഇന്റർനാഷണൽ അല്ല ചെയ്യേണ്ടത്. സ്തോത്രം, മറ്റുള്ളവരെ അറുത്തുകീറി പരിശോധിക്കുന്നതായ പോസ്റ്റ്മോർട്ടം മിനിസ്ട്രി അല്ല ചെയ്യേണ്ടത്. പകരം നമ്മൾ എവിടെയായിരിക്കുന്നു എന്ന് തിരിച്ചറിയാൻ, ഞാൻ എവിടെയായിരിക്കുന്നു, എൻ്റെ ജീവിതം എവിടെയായിരിക്കുന്നു എന്ന് അറിയുവാൻ നമ്മുടെ സ്തോത്രം കണ്ണ് തുറന്നേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. നമ്മുടെ കണ്ണ് തുറക്കുമ്പോൾ ക്രൈസ്റ്റ് എവിടെയായിരിക്കേണ്ടത്? ക്രൈസ്റ്റ് വല്ല കോണിലുമല്ല ഒതുങ്ങിയിരിക്കേണ്ടത്. ക്രൈസ്റ്റ് സെൻറ്ററിലാണ് ഇരിക്കേണ്ടത്. ഇതൊരു സാക്ഷ്യമാണ് ഞാൻ പറയട്ടെ. ക്രൈസ്റ്റ് സെൻറ്ററിലാണ് ഇരിക്കേണ്ടത്. ക്രൈസ്റ്റ് സൈഡിലായി പോയാൽ നമ്മുടെ പരിപാടി പോയി. പലർക്കും സ്തോത്രം ക്രൈസ്റ്റ് സൈഡിലാണ്. പലർക്കും സ്തോത്രം ക്രൈസ്റ്റിനെ പുറത്താക്കി കളഞ്ഞു. ഇങ്ങനെയാണ് കേട്ടിട്ടുള്ള ഒരു നല്ല ദൈവഭക്തനായ ഒരു മനുഷ്യൻ ഒരു ദിവസം ചർച്ചിൽ നിന്ന് പുറത്താക്കി. നമ്മളൊക്കെ പല സംഘടനകളിൽ നിന്ന് പണ്ടേ പുറത്താണ്. റിയലി പല സ്തോത്രം സംഘടനകൾ, വലിയ സോക്കോൾഡ് സംഘടനകൾ നമ്മളിൽ നിന്ന് നമ്മളെ പണ്ടേ പുറത്താക്കിയിരിക്കുക. അവന്മാരെ മീറ്റിങ്ങിന് വിളിക്കത്തില്ല, ഇനി വിളിച്ചാൽ പോകത്തുമില്ല. സ്തോത്രം, ഹല്ലേലൂയ. മീറ്റിങ്ങിന് പോകുന്നതിന് 24 മണിക്കൂർ മുമ്പ്, സുരേഷ് ബാബു നീ ഇങ്ങനെ എക്സെട്ര സെക്കൻഡ്, അങ്ങനെ, അതുകൊണ്ട് ഞങ്ങൾക്ക് സെക്കൻഡ് ഞങ്ങൾ വേണ്ട കേട്ടോ എന്ന് പറഞ്ഞാൽ കള്ളന്മാരുണ്ട്. കള്ളം പറയുന്നവനല്ലേ കള്ളൻ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. സ്തോത്രം, ക്രൈസ്റ്റിനെ പുറത്താക്കി. സോ ഇങ്ങനെ ഒരു മനുഷ്യനെ, ഒരു ദൈവഭക്തനെ, ഒരു ദിവസം ഒരു ദൈവപൈതലിനെ ചർച്ചിൽ നിന്ന് പുറത്താക്കി. ചർച്ചിൽ നിന്ന് പുറത്താക്കി. അയാൾ കരഞ്ഞ് ചർച്ചിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ ചർച്ചിൻ്റെ സൈഡിൽ ഒരാളിങ്ങനെ കരഞ്ഞിരിക്കുക. അപ്പോൾ ഇയാൾ കരയുന്നതിനേക്കാളും മറ്റേ ആൾ കൂടുതൽ കരയുകയാണ്. അപ്പോൾ അയാൾ കരച്ചിൽ നിർത്തി. സ്തോത്രം, ആ നേരത്തെ സൈഡിലിരുന്ന ആളിനോട് ചോദിച്ചു, സ്തോത്രം, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? അപ്പോൾ ആ ആൾറെഡി സൈഡിൽ പുറത്തിരുന്ന ആൾ പറഞ്ഞു, എന്നെ ഇവിടെ നിന്ന് പുറത്താക്കിയത് കൊണ്ടാണ് ഞാൻ കരയുന്നത്. അപ്പോൾ ഇപ്പോൾ പുറത്തിറങ്ങിയ ആൾ പറഞ്ഞു, എന്നെ ഇപ്പോഴാണ് പുറത്താക്കിയത്. അപ്പം മറ്റേ ആൾ പറഞ്ഞു, നിന്നെ ഇപ്പോഴല്ലേ പുറത്താക്കിയുള്ളൂ, എന്നെ ഒത്തിരി നാൾ മുമ്പേ പുറത്താക്കി. റിയലി? അന്നേ കരയുകയാണോ? അതെ, ഞാൻ അന്നേ കരഞ്ഞിട്ടിരിക്കുക. നിങ്ങളുടെ പേരെന്താ? എൻ്റെ പേര് യേശു എന്നാ. എൻ്റെ വീട് നാസറേത്താ. എൻ്റെ വീട് നാസറേത്തല്ല, എൻ്റെ പേര് യേശുവാ. ദൈവസ്നേഹമില്ലാത്ത സംഘടനകളെ, ദൈവസ്നേഹമില്ലാത്ത പാസ്റ്റർമാരെ, സഹോദരനെ പകയ്ക്കുന്നവരെ, കോല് മിനിസ്ട്രിയും കൊണ്ട് നടക്കുന്നവരെ, പണ്ടേ നിങ്ങൾ ആരെ പുറത്താക്കി? കർത്താവിനെ നിങ്ങൾ പുറത്താക്കി. ഈ അന്ത്യകാലത്ത് ഇന്ന് ഗുണപ്പെടണം. ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വാ. മറ്റുള്ളവനെ വിധിപ്പാൻ നീ ആര്? മറ്റുള്ളവനെ കുറ്റം പറവാൻ നീ ആര്? മറ്റുള്ളവന്റെ സ്തോത്രം കരടിലെ കോലെടുത്ത് അവനെ തകർക്കുവാൻ നീ ആരെ? മാനസാന്തരപ്പെടണം. കർത്താവ് പുറത്താണോ അതോ കർത്താവ് സൈഡിലാണോ? എൻ്റെ മഹത്വം ഞാൻ മറ്റൊരുത്തിന് വിട്ടുകൊടുക്കത്തില്ലെന്നാണ് തമ്പുരാൻ പറഞ്ഞത്. അതുകൊണ്ട് കർത്താവിനെ ഇടതോ വലതോ ഒന്നും ഇരുത്താൻ നമുക്ക് പ്രമാണമില്ല. കർത്താവ് സെൻറ്ററിലേ ഇരിക്കത്തുള്ളൂ. അതാണ് വേദപുസ്തകത്തിൽ ക്രൈസ്റ്റിൻ്റെ പദവി, ക്രിസ്തുവിൻ്റെ പദവി. സ്തോത്രം, ക്രിസ്തുവിന് തന്നെ. അല്ലാതെ സെൻട്രൽ പാസ്റ്ററും സംഘടനയുടെ നേതാവും സിംഹാസനങ്ങളും എലക്ഷനും കോടികളും ഡോളറും കോൺഫറൻസും അതല്ല ഇരിക്കേണ്ടത്. ക്രിസ്തു ഇരിക്കേണ്ടടുത്ത് ക്രിസ്തു തന്നെ ഇരിക്കണം. ക്രിസ്തു ഇരിക്കാത്തത് കൊണ്ടാണ് ഈ പരിപാടികൾ മുഴുവൻ ഇന്ന് അടഞ്ഞു കിടക്കുന്നത്. ലോക്ക്ഡൗൺ. കാരണം ഇതിനകത്ത് നടന്നത് പൊൻവാണിഭവും ഇതിനകത്ത് നടന്നത് സ്തോത്രം, അതേ, കച്ചവടവും ആടും മാടും ഒക്കെ ഇരുന്നപ്പോൾ എൻ്റെ കർത്താവ് കൊറോണ എന്ന് പറയുന്നതായ ചാട്ടവാറെടുത്ത് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചു. ഇന്ന് ദേവാലയത്തിൽ ആരാധന ഉണ്ടായിരിക്കുന്നതല്ല, കാരണം കൊറോണ കയറിയിട്ടുണ്ട്. മാനസാന്തരപ്പെട്.
ക്രൈസ്റ്റ് ഇതിനകത്തില്ലെങ്കിൽ സ്തോത്രം ജീവിതമേ അടഞ്ഞു കിടക്കും, സഭയെ അടഞ്ഞു കിടക്കും. അനേകരുടെ ആത്മീയ അനുഭവങ്ങൾ, ആത്മീയ നന്മകൾ അടഞ്ഞു പോയത്, അനേകരുടെ ശുശ്രൂഷകൾ അടഞ്ഞു പോയത് ക്രൈസ്റ്റ് ഇരിക്കേണ്ടതുപോലെ ഇരിക്കാത്തത് കൊണ്ടാണ്. വഞ്ചിക്കപ്പെടല്ലേ. ക്രൈസ്റ്റ് സൈഡിൽ ഇരിക്കത്തില്ല, ക്രൈസ്റ്റ് സെൻട്രലേ ഇരിക്കത്തുള്ളൂ. ചരിത്രത്തിൻ്റെ സെൻട്രലാണ് ക്രൈസ്റ്റ്. BC AD എന്ന് ചരിത്രത്തിൻ്റെ മധ്യത്തിൽ ചരിത്ര പുരുഷനാകുന്ന യേശു ഇറങ്ങി നിന്നു. സ്തോത്രം. ഗലാത്യർ 4:4 പറയുകയാണ്, കാലസമ്പൂർണതയിൽ സ്തോത്രം കർത്താവ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. കാലസമ്പൂർണതയിൽ അടുത്തുകൂടാത്ത പ്രകാശത്തിൽ അധിവസിച്ച കർത്താവ് ഈ ഭൂമിയിൽ കാലെടുത്തു വെച്ചത്, കാലം ചെയ്യാത്തവൻ സ്തോത്രം ഈ ഭൂമിയിൽ കാലെടുത്തു വെച്ചതും കാലം രണ്ടായി വിഭാഗിക്കപ്പെട്ടു. BC എന്നും AD എന്നും അവൻ ചരിത്രത്തിൻ്റെ മധ്യത്തിലാണ്. നിന്റെ ജീവിതത്തിലേക്ക് അവൻ കടന്നു വരുമ്പോൾ ക്രിസ്തുവിന് മുൻപ് ഇരുട്ട്, ക്രിസ്തുവിന് ശേഷം പ്രകാശം. ക്രിസ്തുവിന് മുൻപ് നിന്ന, ക്രിസ്തുവിന് ശേഷം മാനം. ക്രിസ്തുവിന് മുൻപ് പരാജയം, ക്രിസ്തുവിന് ശേഷം ജയം. യേശു സ്തോത്രം സൈഡിലിരിക്കത്തില്ല, അവൻ ചരിത്രത്തിൻ്റെ സെൻട്രലാണ്. എല്ലാവരും ഫുൾ ബൈബിൾ കൊണ്ട് കിടന്നാൽ ഏറ്റവും നല്ലതാണ്. ഗിരിയോൻ എന്നറിയപ്പെടുന്ന ഓർഗനൈസേഷൻകാർ അത് പുതിയ നിയമം മാത്രമാണ് കൊടുക്കുന്നത്. നോ പ്രോബ്ലം, ദൈവം അവരെ മാനിക്കട്ടെ. പക്ഷേ ഫുൾ ബൈബിൾ ഉണ്ടെങ്കിൽ എല്ലാവരുടെ അടുത്ത് മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ അതിന് മുമ്പിൽ നോക്കിയാൽ, മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിന് 1-ാം അധ്യായം വായിക്കാനല്ല ഞാൻ പറഞ്ഞത്, 1-ാം അധ്യായം വായിച്ചാൽ ബോറടിക്കും. സ്തോത്രം. അതെ, മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിന് മുമ്പൊന്ന് നോക്കിയേ. മത്തായി സുവിശേഷത്തിന് മുൻപ് ഈ പറയുന്നത് എളുപ്പമാണ്, ചെയ്യുന്നത് വളരെ പ്രയാസം. എന്തിയെ മത്തായി സുവിശേഷം 1-ാം അധ്യായം എസെക്കിയേൽ, സ്തോത്രം, മത്തായി 6, മത്തായി 2. മത്തായി സുവിശേഷം ആരംഭിക്കുന്നതിന് മുമ്പുള്ളതായ ആ പേജ് എടുത്തേ. ആ പേജ് നോക്കിയാൽ ഇതാണ് ആ പേജ്. ആ പേജിൽ എഴുതിയിട്ടുണ്ട്, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ പുതിയ നിയമം. യേശു ക്രിസ്തുവിൻ്റെ പുതിയ നിയമം. നമ്പർ 2, 2 നിയമങ്ങളുടെ മധ്യത്തിലാണ് യേശു. 2 ടെസ്റ്റ്മെന്റുകളുടെ മധ്യത്തിലാണ് യേശു. ചരിത്രത്തിന്റെ മധ്യത്തിലാണ് യേശു. 2 നിയമങ്ങളുടെ, പഴയ നിയമത്തിന്റെ പുതിയ നിയമത്തിന്റെയും മധ്യത്തിലാണ് യേശു. അല്ലാതെ ഇലക്ഷൻ കഴിയുമ്പോൾ കർത്താവിനകത്ത് വരാം, ഇലക്ഷൻ സീസണ് കർത്താവ് പുറത്തു പോട്ടെ. നോ, ലജ്ജാവഹം, വഞ്ചിക്കപ്പെടരുത്. മധ്യത്തിലായിരിക്കണം യേശു. മധ്യത്തിലാണ് യേശു. ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങൾ സൈഡിലാക്കി കളഞ്ഞു. ഞങ്ങളുടെ പ്രോഗ്രാമിന് ഞങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് അങ്ങേ ഇറക്കി വിട്ട് കളഞ്ഞു. ക്രിസൻഡത്തിൽ ആദ്യം ഡിസ്മിസ് ചെയ്തത് കർത്താവിനെയാണ്. ക്രിസൻഡത്തിൽ ആദ്യം മുടക്കിയത് കർത്താവിനെയാണ്. ഇന്ന് മുടക്ക് വീരന്മാർ കേൾക്കുന്നല്ലോ. ഒത്തിരി പേരെ ഞങ്ങൾ മുടക്കി, ഒത്തിരി പേരെ ഞങ്ങൾ തകർത്തു. നീ ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ നിൽക്കുമ്പോൾ എണ്ണി കണക്ക് കൊടുക്കേണ്ടി വരും. ഈ ക്യാമറ ഇതാകുമ്പോൾ കുറച്ചുകൂടെ എൻ്റെ ഉണ്ടക്കണ്ണവർ കാണാം. നീ മറ്റുള്ളവരെ മുടക്കിയവർ, മറ്റുള്ളവരെ തകർത്തവർ, മറ്റുള്ളവരെ പുറത്താകും. നിൻ്റെ അമ്മായിയപ്പൻ്റെ വകയല്ല ദൈവസഭ, നിൻ്റെ കുടുംബത്തിൻ്റെ വകയല്ല ദൈവസഭ. കർത്താവിൻ്റെ സഭയാണ് ദൈവസഭ. മറ്റുള്ളവരെ അവൻ എൻ്റെ ജാതിയല്ല, അവൻ എൻ്റെ പ്രദേശമല്ല, അവൻ എൻ്റെ പാർട്ടിയല്ല എന്ന് പറഞ്ഞ് നീ ഉടക്കിയെങ്കിൽ ഓർത്തോളണം റവറൻ്റെ സ്തോത്രം. അതിൻ്റെ പിൻപ് അതിൻ്റെ കൂടെ നിൽക്കുന്നതായ സകല വ്യക്തികളെ മനസ്സിലാക്കണം. നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ ഈ രക്തത്തിനും ഈ കണ്ണുനീരിനും നീ എണ്ണി കണക്ക് കൊടുക്കേണ്ടി വരും. സ്തോത്രം. മറ്റുള്ളവനെ നീ പുറത്താക്കുമ്പോൾ, മറ്റുള്ളവനെ നീ മാറ്റി നിർത്തുമ്പോൾ ആദ്യം പുറത്തു പോകുന്നത്, അവർക്ക് മുൻപായി യേശു ആയിരിക്കും പുറത്തു പോകുന്നത്. വഞ്ചിക്കപ്പെടരുത്. യേശു സ്തോത്രം ദേവാലയത്തിൻ്റെ സെൻറ്ററിലാണ്. കാരണം ലൂക്കോസ് വിശേഷം 2-ാം അധ്യായം, ലൂക്കോസ് വിശേഷം 2-ാം അധ്യായം എൻ്റെ 46-ാം വാക്യം വായിക്കുമ്പോൾ, ലൂക്കോസ് 2:46 വായിക്കുമ്പോൾ, 12-ാം വയസ്സിൽ കർത്താവ് യേശു ക്രിസ്തു ദേവാലയത്തിലിരിക്കുക. ദേവാലയത്തിൽ എവിടെയായിരുന്നു? 3 നാൾ കഴിഞ്ഞ ശേഷം, ലൂക്കോസ് 2:46, 3 നാൾ കഴിഞ്ഞ ശേഷം അവൻ ദേവാലയത്തിൽ ഉപദേഷ്ടന്മാരുടെ നടുവിലിരിക്കുകയും, സ്തോത്രം, ഉപദേഷ്ടന്മാരുടെ ടീച്ചേഴ്സിൻ്റെ നടുവിലായിരുന്നത്. സീറ്റിംഗ് ഇൻ ദ മിസ്റ്റ് ഓഫ് ദ ടീച്ചേഴ്സ്. ടീച്ചർമാരുടെ ടീച്ചർ ഗമാലിയേൽ പോലും അല്ല, സ്തോത്രം, നിക്കോദീമോസ് പോലും വന്നിട്ട് സർ എന്നാണ് വിളിച്ചത്. നിക്കോദീമോസ് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നവനാ,
പരീശന്മാരുടെ പ്രൊഫസറാണ് നിക്കോദിമസ്. അവനും വന്ന് സ്തോത്രം അതേ പഠിച്ചത് യേശുവിൽ നിന്നാ. ലോകം കണ്ട ഏറ്റവും വലിയ പ്രൊഫസർ യേശുവ. ലോകം കണ്ട ഏറ്റവും വലിയ സ്തോത്രം അതേ ടീച്ചർ യേശുവ. ലോകം കണ്ട ഏറ്റവും വലിയ ബുദ്ധിജീവി യേശുവ. ഐൻസ്റ്റീന് ബുദ്ധി കൊടുത്തവൻ, സോക്രട്ടീസിന് ജ്ഞാനം കൊടുത്തവൻ, അവനാണ് ഇന്ന് രാത്രിയിലും നിന്റെ അടുക്കൽ ഇറങ്ങി നിൽക്കുന്ന യേശു. അവനെ സൈഡിലിരുത്തരുത്. അവൻ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിലായിരുന്നത്. ഉപദേഷ്ടാക്കന്മാരുടെ നടുവിൽ ഇരിക്കുന്നതും ക്രൈസ്റ്റ് നിൻ്റെ ടീച്ചിങ്ങിൻ്റെ സെൻറ്ററിൽ ഉണ്ടാകട്ടെ. നിൻ്റെ വേർഡ് മിനിസ്ട്രിയുടെ സെൻറ്ററിൽ. അല്ലാതെ ഞാൻ കുറച്ച് പഠിച്ചു, നീ പഠിച്ചതല്ല, നീ കോപ്പി അടിച്ചതാ, നീ ഗൂഗിളിൽ നിന്ന് കോപ്പി അടിച്ചതാ. ലജ്ജാവകം, ഷെയിം പപ്പി ഷെയിം. സ്തോത്രം, ക്രൈസ്റ്റ് നിൻ്റെ സ്തോത്രം സെൻറ്ററിൽ ഇരിക്കട്ടെ. വീണ്ടും വേദപുസ്തകം പറയുന്നു, പ്രതിസന്ധിയുടെയും പ്രതികൂലത്തിൻ്റെയും നടുവിലായിരുന്നു യേശു. ലൂക്കോസ് 4:30. ലൂക്കോസ് 4:30 നോക്കി. ലൂക്കോസ് 4:30 വായിക്കുമ്പോൾ കർത്താവ് യേശു ക്രിസ്തു പള്ളിയിൽ വന്നു കേട്ടോ. ഉപവസിച്ച് പ്രാർത്ഥിച്ച് ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയിലേക്ക് വന്നിട്ട് അവൻ പള്ളിയിൽ വന്നിട്ട് അവൻ ദൈവത്തിൻ്റെ വചനം വായിച്ചു. യെശയ്യാ 61. The Spirit of God is upon me. കർത്താവിൻ്റെ ആത്മാവ് എന്നോട് കൂടെയുണ്ട്, എൻ്റെ മേലുണ്ട് എന്ന് പറഞ്ഞ സ്തോത്രം. അവൻ ദൈവത്തിൻ്റെ വചനം വായിച്ചു. ദൈവത്തിൻ്റെ വചനം അവൻ വായിച്ചിട്ട് കർത്താവ് പറഞ്ഞു, അങ്ങ് നിത്യതയിൽ ഇത് നിറവേറും എന്നല്ല കർത്താവ് നീട്ടി പറഞ്ഞത്. ഇന്ന് അനേകർ പറയുന്നത് അങ്ങ് നിത്യതയിൽ അങ്ങ് കിട്ടും. നോ, സുവിശേഷത്തിൻ്റെ ഒരു ടൈമിംഗ് ഉണ്ട്. ഇന്ന് തിരുവചനത്തിന് നിവൃത്തിയായിരിക്കുന്നു. ഇന്ന് നിങ്ങൾ വചനം കേൾക്കയിൽ ഈ തിരുവചനത്തിന് നിവൃത്തിയായിരിക്കുന്നു. ടുഡേ, അതാണ് സുവിശേഷത്തിന്റെ ശബ്ദം. പുതിയ നിയമത്തിലെ പരാജയപ്പെടാത്ത സുവിശേഷത്തിന്റെ ശബ്ദം. നൗ ആൻഡ് ടുഡേ. അല്ലാതെ പരാജയപ്പെട്ടവനാണ് പറയുന്നത് അങ്ങ് ദൂരെ. സ്തോത്രം. ക്രിസ്തു പരാജയപ്പെട്ടവനല്ല. ക്രിസ്തു പറഞ്ഞതുപോലെ നമുക്കും പറയണം. ക്രിസ്തു പ്രസംഗിച്ചതുപോലെ നമുക്കും പ്രസംഗിക്കണം. ഇന്ന് എല്ലാവരും ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ. എന്ന് രക്ഷ ഇന്നാണ്, സൗഖ്യം ഇന്നാണ്, അഭിഷേകം ഇന്നാണ്, വിടുതൽ ഇന്നാണ്. അല്ലാതെ നാളെ 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 നീളെ നീളെ കേരള 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 നാളെ 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 എന്ന് പറയുന്നതല്ല സുവിശേഷം എന്ന് പറയുന്നത്. കർത്താവ് പറഞ്ഞു ഇന്ന്. പക്ഷെ മനസ്സിലാക്കണം, ഇന്ന് എന്ന് കേൾക്കുമ്പോൾ തല തകരുന്നതിന് മുമ്പേ ഉറങ്ങിക്കിടന്ന സാത്താൻ ഞെട്ടി ഉണർന്നു. അവൻ്റെതാ ഒപ്പോസിഷനുമായി കടന്നു വന്നു. ഇന്ന് വിമർശനം, സ്തോത്രം കടന്നു വരുന്നത് ഇന്നത്തെ സുവിശേഷം പറയുന്നവർക്ക്. ഇന്ന് ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാകുന്നത് ഇന്നത്തെ സുവിശേഷം പറയുന്നവർക്ക്. ഞങ്ങളൊക്കെ മുറിവേറ്റെങ്കിൽ നാളത്തെ നിത്യതയും നാളത്തെ കതറും നാളത്തെ സ്തോത്രം അതേ പെന്തിക്കോസിൻ്റെ വേഷം കെട്ടിനാണെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞങ്ങൾ ഇറങ്ങി നിന്ന് ഏത് ഗ്രൗണ്ട് ആണെങ്കിലും ഏത് ഫേസ്ബുക്ക് ആണെങ്കിലും പറയും, ആയിരങ്ങൾ നോക്കി ഇന്നാണ് സ്തോത്രം വിടുതൽ, ഇന്നാണ് അനുഗ്രഹം, ഇന്നാണ് ദുരാത്മാക്കൾ തകരുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. എന്നെ കേൾക്കുന്ന സഹോദരങ്ങൾ, അപ്പോഴ് ദേശവാസികൾ എഴുന്നേറ്റു. അവൻ്റെ സ്വന്തം ആൾക്കാരാ നാസറേത്ത്. അവർ എഴുന്നേറ്റ് സ്തോത്രം പ്രശ്നമുണ്ടാകി. പക്ഷേ തിരുവചനം പറയുന്നു, ലൂക്കോസ് 4:29-30 ഞാൻ വായിക്കട്ടെ. അവനെ പട്ടണത്തിന് പുറത്താക്കി അവിടെ പട്ടണം പണിതിരുന്ന മലയുടെ വക്കോളം കൊണ്ടുപോയി. ഞാൻ കണ്ടിട്ടുണ്ട് ആ മല. സ്തോത്രം അവിടെ കൊണ്ടുപോയി തല കീഴായി തള്ളിയിടുവാൻ ഭാവിച്ചു. 30 അവനോ അവിടെ നടുവിലൂടെ നടന്നുപോയി. ശുശ്രൂഷ തുടങ്ങിയതേ ഉള്ളൂ. സ്തോത്രം. അതെ, സെൻട്രലിലൂടെ വെല്ലുവിളിയുടെ നടുവിലൂടെ നടന്നുപോയി, പ്രതിസന്ധിയുടെ നടുവിലൂടെ നടന്നുപോയി, പരിഹാസത്തിൻ്റെ നടുവിലൂടെ നടന്നുപോയി, കുലപാതകന്മാരുടെ നടുവിലൂടെ നടന്നുപോയി, തന്ത്രം മെനയുന്നവരുടെ നടുവിലൂടെ ഇറങ്ങിപ്പോയി, കല്ലെറിവാൻ കാത്തിരുന്നവരുടെ നടുവിലൂടെ ഇറങ്ങിപ്പോയി. പക്ഷേ ആർക്കും അവനെ തൊടുവാൻ കഴിഞ്ഞില്ല. കാരണം അവൻ്റെ സമയം വന്നിട്ടില്ലായിരുന്നു. സ്തോത്രം. ഇന്നത്തെ സുവിശേഷം പറയുന്നവർക്കെതിരെ പ്രശ്നമുണ്ടാകും, ദുർഭൂതങ്ങളുണ്ടാകും, ദുഷ്ട മനുഷ്യരുണ്ടാകും, അഭിഷേകം നഷ്ടപ്പെട്ട ശൗലന്മാരുണ്ടാകും, തുറച്ചു നോക്കുന്ന ഫറവന്മാരുണ്ടാകും, വാളും കരുതിയിരിക്കുന്ന ഹെരോദാവന്മാരുണ്ടായിരിക്കും, കല്ലെറിയുന്ന വിമർശകന്മാരുണ്ടായിരിക്കും, മാനസാന്തരപ്പെടാൻ മനസ്സില്ലാത്ത അഗ്രിപ്പ രാജാവ് ഉണ്ടായിരിക്കും. പക്ഷേ സ്തോത്രം, ഇന്നത്തെ സുവിശേഷമുള്ളവർ ഹല്ലേലൂയ ആർക്കും തൊടുവാൻ കഴിയാതെ ആ ഓപ്പോസിഷന്റെ നടുവിലൂടെ നടന്നു പോകുന്നു. Come on, hallelujah. ഈ കാലഘട്ടത്തിലെ കമോൺ നമുക്ക് ഒരുമിച്ച് നടക്കാം. അവരുടെ നടുവിലൂടെ അവർക്ക് നിന്നെ തൊടുവാൻ കഴിയത്തില്ല. കാരണം നിന്നോട് കൂടെയുള്ളവൻ അവരോട് കൂടെയുള്ളവനേക്കാൾ വലിയവനത്രേ. വിശ്വസിക്കുന്ന 2 കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാടെ. അവിടെ നടുവിൽ, സൈഡിലല്ല കർത്താവ്,
അവിടെ നടുവിലൂടെ നടന്നു പോയി. വീണ്ടും വേദപുസ്തകം പറയുന്നു, സ്തോത്രം, അതേ മർക്കോസ് 5:34 വായിക്കുമ്പോൾ, രക്തസ്രവക്കാരി, സ്തോത്രം, അവൾ വരികയാണ്. ഒരു ട്രാൻസ്ലേഷൻ എങ്ങനെയാണ് കണ്ടത്? അവൾ ആ നിലത്തുകൂടെ ഇഴയുകയാണ്. ഷി വാസ് ക്രോളിങ് ഓൺ ദി ഗ്രൗണ്ട്. ആ നിലത്തുകൂടെ ഇഴഞ്ഞു വരികയാണ്. സ്തോത്രം. മർക്കോസ് 5:24, മർക്കോസ് 5:24, ജനക്കൂട്ടം ഇതാ അവനെ അത്രത്തോളം തിക്കി നിൽക്കുകയാണ്. അവൻ വലിയ അവനോട് കൂടെ പോയി വലിയ പുരുഷാരം പിൻചെന്ന് അവനെ തിക്കിക്കൊണ്ടിരുന്നു. പുരുഷാരം അവനെ തിക്കിക്കൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ ഇടതുവശത്തും വലതുവശത്തും പിന്നിലൂടെ മാത്രമല്ല തിക്കുന്നത്, ഫ്രണ്ടിലും ജനമുണ്ടായിരിക്കും. അർത്ഥം തിക്കിക്കൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ ഒറ്റ സ്തോത്രം വാക്ക് മാത്രം എടുത്ത് ഞാൻ പറയട്ടെ, ഹി വാസ് ഓൾവേസ് ഇൻ ദ മിസ്റ്റ് ഓഫ് ദ ക്രൗഡ്. അവൻ ജനക്കൂട്ടത്തിൻ്റെ മധ്യത്തിലായിരുന്നു. നിൻ്റെ മീറ്റിങ്ങിന് 3 പേര് വന്നോ, അതെ 3 ലക്ഷം വന്നോ, അവിടെ മധ്യത്തിൽ ആരുണ്ടായിരിക്കണം? വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായി യേശു, സ്തോത്രം, അതിൻ്റെ മധ്യത്തിലുണ്ടായിരിക്കണം. സുവിശേഷ യോഗത്തിന് രോഗശാന്തി മാത്രമാണോ ഉള്ളത്? യേശു ഇല്ലാത്ത രോഗശാന്തി. സുവിശേഷ യോഗത്തിന് യേശു ഇല്ലാത്ത പേര് വിളിയാണോ ഉള്ളത്? സുവിശേഷ യോഗത്തിന് യേശുവില്ലാത്ത വചനമാണോ? സുവിശേഷ യോഗത്തിന് യേശുവില്ലാത്ത പ്രസ്ഥാനങ്ങളുടെ കൂടിവരവുകളാണോ? അത് വെറും ഗ്യാതറിംഗ് മാത്രമാണ്. ജനം വെറുതെ വരും, അവർ വെറുതെ പോകും. എന്നാൽ യേശുവള്ളടുത്ത് ജനം ഒരിക്കലും വെറുതെ പോകത്തില്ല. യേശുവള്ളടുത്ത് ജനം ഒരിക്കലും വെറുതെ പോകത്തില്ല. അവർ സ്തോത്രം, അതേ തൃപ്തരായി 12 കൊട്ട മിച്ചമെടുത്തിട്ട് കണ്ടിട്ട് മാത്രമേ അവർക്ക് കടന്നു പോകാൻ കഴിയത്തുള്ളൂ. കാരണം അത് വിളമ്പിയവന്റെ മഹത്വമല്ല, വിളിച്ചവന്റെ മഹത്വമാണ്. വിളമ്പിയൻ്റെ മഹത്വമല്ല, വിളിച്ചവൻ്റെ മഹത്വം. പുരുഷാരത്തിൻ്റെ നടുവിൽ സെൻട്രലായിരുന്നു യേശു. ക്രൈസ്റ്റ് സെൻട്രലായിരുന്നു യേശു. ഹല്ലേലൂയ, സ്തോത്രം. പുരുഷാരത്തിൻ്റെ സെൻട്രലായിരുന്നു യേശു. വീണ്ടും സ്തോത്രം, തിരുവചനം പറയുന്നു, മർക്കോസ് സുവിശേഷം 15-27 വായിക്കുമ്പോൾ, സ്തോത്രം, അതെ മർക്കോസ് 15:27 വായിക്കുമ്പോൾ അവൻ്റെ ക്രൂസിഫിക്ഷനെ കുറിച്ച് ബൈബിൾ പറയുന്നത്, യേശുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച്. യേശുവിനെ സൈഡിലല്ല ക്രൂശിച്ചത്. കമാൻ, ജനക്കൂട്ടത്തിൻ്റെ മധ്യത്തിൽ, ദേവാലയത്തിൻ്റെ മധ്യത്തിൽ, സ്തോത്രം, അതെ ശിഷ്യന്മാരുടെ മധ്യത്തിൽ. ഇപ്പോൾ നോക്കാം, അവനെ ക്രൂശിച്ചപ്പോഴും അവനെ സൈഡിൽ എങ്ങനെയെങ്കിലും ഒരു വശത്ത് അങ്ങ് പെട്ടെന്ന് ക്രൂശിച്ച് കളാം, നാളെ ശബദാണ്, പെട്ടെന്ന് കർമ്മം അങ്ങ് തീർത്തിട്ട് പോകാം എന്ന് വിചാരിച്ചല്ല. അങ്ങനെയല്ല അവനെ ക്രൂശിച്ചത്. അവൻ 2 കള്ളന്മാരെ, ഒരുത്തനെ വലതും വേറൊരുത്തനെ ഇടതും, സ്തോത്രം, അതെ 2 കള്ളന്മാരെ, ഒരുത്തനെ വലതും ഒരുത്തനെ ഇടതുമായി അവനോടുകൂടെ ക്രൂശിച്ചു. ഇടതുവശത്തൊരു കള്ളൻ, വലതുവശത്ത് ഒരു കള്ളൻ. അർത്ഥം, യേശു മധ്യത്തിലാണ് ക്രൂശിക്കപ്പെട്ടത്. ഹല്ലേലൂയ. ആരാണ്ട് പറഞ്ഞു, ചത്ത് കിടന്നാലും ചമഞ്ഞു കിടക്കണമെന്ന്. കർത്താവ് പറഞ്ഞു, ക്രൂശിൽ കിടന്നാലും സൈഡിലല്ല കിടക്കേണ്ട സുരേഷേ, ക്രൂശിൽ കിടന്നാലും ഞാൻ സെൻട്രലേ കിടക്കത്തുള്ളൂ. എൻ്റെ മഹത്വം ഞാൻ മറ്റൊരുത്തനും വിട്ടുകൊടുക്കത്തില്ല. ക്രൂശിലും അവൻ മധ്യത്തിലായിരുന്നു. ഇതെൻ്റെ സാക്ഷ്യമാണ് ഞാൻ പറയുന്നത്. സ്തോത്രം. ലാസ്റ്റിൽ ഞാൻ പറയാം ഇതെങ്ങനെയാണ് കിട്ടിയതെന്ന്. സ്തോത്രം. അതെ, ഹല്ലേലൂയ. അവൻ ക്രൂശിലും മധ്യത്തിലായിരുന്നു. ഇനി അവൻ ക്രൂശിക്കപ്പെട്ട സ്ഥലമോ? അവന് വേണമെങ്കിൽ ലോസ് ഏഞ്ചൽസിൽ ക്രൂശിക്കപ്പെടാമായിരുന്നു. കാരണം എൻ്റെ കർത്താവ് അമേരിക്കയെ സൃഷ്ടിച്ചവനാ. അവന് വേണമെങ്കിൽ സിഡ്നിയിലോ മെൽബണിലോ ക്രൂശിക്കപ്പെടാമായിരുന്നു. അതൊക്കെ ഈ ഓസ്ട്രേലിയ അമേരിക്കയെ കണ്ടുപിടിച്ചത് ഈ അടുത്ത കാലത്താണ്. പക്ഷേ എൻ്റെ ദൈവത്തിന് കണ്ടുപിടുത്തം എന്ന് പറയുന്ന ഒരു കാര്യമില്ല. കാരണം അവൻ ചമച്ചവനാണ്. നമ്മളാണ് അറിയാത്ത കാര്യം അത് കണ്ടെത്തുമ്പോൾ നമ്മൾ എക്സൈറ്റഡ് ആകുന്നത്. പക്ഷെ കർത്താവ് ഒരിക്കലും അയ്യോ എനിക്കത് കിട്ടിയപ്പോൾ ഭയങ്കര രോമാഞ്ചമായിരുന്നു എന്ന് കർത്താവ് ഒരിക്കലും പറയത്തില്ല. കർത്താവ് പറയും, സ്തോത്രം, ഞാൻ ഓസ്ട്രേലിയ പണ്ട് കണ്ടതാ, ഞാൻ അമേരിക്ക പണ്ട് കണ്ടതാ. അവന് വേണമെങ്കിൽ മെൽബണിലോ സിഡ്നിയിലോ പെർത്തിലോ അല്ലെങ്കിൽ ഡെൻവർ കൊളറാഡോയിലോ അല്ലെങ്കിൽ സ്തോത്രം ഫ്ലോറിഡയിലോ അമേരിക്കൻ ഏത് ജംഗ്ഷനിൽ വേണമെങ്കിലും യേശു ക്രൂശിക്കപ്പെടാമായിരുന്നു. എന്നാൽ യേശു എവിടെയെങ്കിലും കയറി ക്രൂശിക്കപ്പെട്ടില്ല. ഭൂമിയുടെ മധ്യത്തിലാണ്, സെൻട്രലാണ് അവൻ ക്രൂശിക്കപ്പെട്ടത്. ലൂക്കോസ് സുവിശേഷം 24:18 അവൻ സെൻട്രലാണ് ക്രൂശിക്കപ്പെട്ടത്. സ്തോത്രം. ലോകത്തിലുള്ള സകല ദ്വീപുകളെയും രാജ്യങ്ങളെയും ഭൂഖണ്ഡങ്ങളെയും ഒരുമിച്ച് ചേർത്ത് സ്തോത്രം അത് സർക്കിൾ വരയ്ക്കണമെങ്കിൽ അതിൻ്റെ സെൻട്രൽ യെരൂശലേമായിരിക്കും. ലോകത്തിന്റെ സെൻട്രാണ് യെരൂശലേം. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, ഇഫ് ഐ ആം forgetting Jerusalem, let me forget my right hand and let my tongue let it swallow at the roof of my mouth. എൻ്റെ സ്തോത്രം നാക്ക് എൻ്റെ അണ്ണാക്കോളം പറ്റിപ്പോകട്ടെ, എൻ്റെ വലത് കൈ എനിക്ക് നഷ്ടപ്പെട്ടു പോകട്ടെ. ഹേ സ്തോത്രം, ദാവീദേ, നീ ഇസ്രായേലിന്റെ മധുര ഗായകനാണ്. നിന്റെ നാക്ക് അണ്ണാക്കോളോട് പറ്റിപ്പോയാൽ നിനക്ക് പാടാൻ കഴിയത്തില്ല. നീ വളരെ ഹാർപ്പ് വായിക്കുന്നവനാണ്, നന്നായി കിന്നരം വായിക്കുന്നവനാണ്. നിന്റെ കിന്നര വായന സാധാരണ പോലെയല്ല. നീ കിന്നരം വായിച്ചാൽ ഡെലിവറൻസ് കിടക്കും.
അതുകൊണ്ടാണ് ദുരാത്മാവ് ശൗലിൽ നിന്ന് വിട്ടുമാറിയത്. ഹല്ലേലൂയ. അവൻ പറയുന്നു, എനിക്ക് കിന്നര വായനയേക്കാൾ എൻ്റെ പാട്ടിനേക്കാൾ എനിക്ക് വലുത് ദൈവത്തിൻ്റെ പ്രിയ നഗരമാകുന്ന യെരൂശലേമാകുന്നു. ഹല്ലേലൂയ. എന്നോട് ചോദിക്കുകയാണ്, ബ്രദർ സുരേഷ് ബാബു എവിടെ താമസിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ആഗ്രഹിച്ചാൽ, സ്തോത്രം, ഒറ്റ ശ്വാസത്തിൽ ഒരു സെക്കൻഡ് പോലും മറുപടി ചിന്തിക്കാതെ വേണം എനിക്ക് പറവാൻ കൊണ്ട് കഴിയും. ജെറുസലേം, വയനാട്, ജെറുസലേം. സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ താമസിക്കാൻ ഇഷ്ടമില്ലാത്ത സിറ്റി അതാണ് പറയത്തില്ല, പറഞ്ഞാൽ നിങ്ങൾ പറയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. നോക്ക്, അപ്പൊ ജെറുസലേമിന്റെ പ്രത്യേകത എന്താണ്? ജെറുസലേമിന്റെ പ്രത്യേകത നോക്കി. സ്തോത്രം, അത് ലോകത്തിന്റെ മധ്യസ്ഥലമാണ്. ലൂക്കോസ് സുവിശേഷം 24:18. ലൂക്കോസ് സുവിശേഷം 24:18. സ്തോത്രം. ലൂക്കോസ് 24:18 എങ്ങനെയാണ് പറയുന്നത്? ക്ലെയോപ്പ എന്ന് പേരുള്ളവൻ, യെരൂശലേമിലെ പരദേശങ്ങളിൽ നീ മാത്രം ഈ നാളുകളിൽ ഇവിടെ സംഭവിച്ച കാര്യം അറിയാതെ ഇരിക്കുന്നുവോ? യെരൂശലേമിലെ പരദേശികളിൽ നീ മാത്രം ഇവിടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നു. സോ യെരൂശലേമിൽ ലോകത്തിൻ്റെ സെൻട്രൽ പോയിന്റിൽ, ലോകത്തിൻ്റെ മധ്യത്തിലാണ് യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ടത്. ഹല്ലേലൂയ. സ്തോത്രം. വീണ്ടും തിരുവചനം പറയുന്നു, അവൻ ചരിത്രത്തിൻ്റെ മധ്യത്തിലാണ്, അവൻ ടെസ്റ്റ്മെൻറ്റുകളുടെ നിയമങ്ങളുടെ മധ്യത്തിലാണ്, അതായത് പഴയ നിയമത്തിൻ്റെ പുതിയ നിയമത്തിൻ്റെ മധ്യത്തിലാണ്, ദേവാലയത്തിൻ്റെ മധ്യത്തിലാണ്, പ്രതികൂലങ്ങളുടെ മധ്യത്തിലാണ്. സ്തോത്രം, ഹല്ലേലൂയ. ജനക്കൂട്ടത്തിൻ്റെ മധ്യത്തിലാണ്, ക്രൂശിൽ മധ്യത്തിലാണ്, അവൻ ക്രൂശിക്കപ്പെട്ട പട്ടണവും മധ്യത്തിലാണ്. സ്തോത്രം. അതെ, ഉയർത്തെഴുന്നേറ്റ് കേട്ടോ. കർത്താവായ യേശു ക്രൂശിലല്ല, കർത്താവായ യേശു ഇന്ന് കല്ലറയിലല്ല, അവൻ ഉയർത്തെഴുന്നേറ്റ്. യോഹന്നാൻ സുവിശേഷം 20:19 യോഹന്നാൻ 20:19 തിരുവചനം പറയുന്നു, സ്തോത്രം, അവൻ ഉയർത്തെഴുന്നേറ്റിട്ട് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. ഒരു മൂലയിലല്ല കർത്താവ് നിന്നത്. മൂലയിൽ ഒതുങ്ങി നിൽക്കുന്ന അത് ഭൂതമായിരിക്കും. മൂലയിൽ ഒതുങ്ങി നിൽക്കുന്ന ഭൂതം. പക്ഷേ സ്തോത്രം, അതേ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ, യോഹന്നാൻ 20:19, ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളായ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്തെ യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കെ യേശു അവരുടെ നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. ഉയർത്തെഴുന്നേറ്റ് യേശു സൈഡിലല്ല നിൽക്കുന്നത്. വഞ്ചിക്കപ്പെടല്ല. യേശു നിന്റെ ജീവിതത്തിൻ്റെ മധ്യത്തിൽ ആയിരിക്കണം. നിന്റെ മധ്യത്തിൽ രാഷ്ട്രീയമാണോ ഇരിക്കുന്നത്? നിന്റെ മധ്യത്തിൽ സ്തോത്രം, അതെ, വോട്ടാണോ നിന്റെ പ്ലാൻ? അല്ലെങ്കിൽ രോഗശാന്തിയാണോ, പേരാണോ, പ്രസിദ്ധിയാണോ, മൈക്ക് കിട്ടിയാൽ എനിക്കും ചെത്തണം എന്ന് പറയുന്ന ദുരാഗ്രഹമാണോ? നോ, നിന്റെ മധ്യത്തിൽ യേശു ആയിരിക്കണം. ഉയർത്തെഴുന്നേറ്റിട്ടും അവൻ മധ്യത്തിൽ ആയിരുന്നു. സ്തോത്രം. ഇനി സ്വർഗാരോഹണം നമുക്ക് നോക്കാം. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം 9-10 വാക്യത്തിൽ. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം 9-10 വാക്യം. ഇത് പറഞ്ഞ ശേഷം അവർ കാണുകെ ആരോഹണം ചെയ്തു, ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ കാഴ്ചയ്ക്ക് മറഞ്ഞു. അർത്ഥം ഞാൻ ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് പറയട്ടെ. സ്തോത്രം. അറ്റ് ദ മിഡിൽ ഓഫ് ദ സ്കൈ, മധ്യാകാശത്തിൽ അവൻ എടുത്തുകൊള്ളപ്പെട്ടു. മധ്യാകാശത്തിൽ അവൻ എടുത്തുകൊള്ളപ്പെട്ടിട്ട് അഗൈൻ മധ്യാകാശത്തിൽ അവൻ എടുത്തുകൊള്ളപ്പെട്ടു. സ്തോത്രം. ഇനി അവൻ അപ്പിയർ ആകുന്നത് എങ്ങനെയാണ്? ഇനി അവൻ വെളിപ്പെടുന്നത് എങ്ങനെയാണ്? വെളിപ്പാട് 1:7 വായിക്കുമ്പോൾ മധ്യാകാശത്തിൽ എടുത്തുകൊള്ളപ്പെട്ട യേശു മധ്യാകാശത്തിലാണ് വീണ്ടും പ്രത്യക്ഷനാകാൻ പോകുന്നത്. മിഡിൽ ഓഫ് ദ സ്കൈ. സ്തോത്രം. ആകാശ മധ്യത്തിൽ അവൻ എടുത്തുകൊള്ളപ്പെട്ടു. വീണ്ടും വെളിപ്പാട് 1:7, ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തി തുളച്ചവരും അവനെ കാണും, ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. അർത്ഥം, മധ്യാകാശത്തിൽ അവൻ വീണ്ടും വെളിപ്പെടുവാൻ പോകുന്നു. ആ പ്രത്യാശയുള്ളവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. സോ യേശു സൈഡിലല്ല വരുന്നത്, അവൻ മധ്യാകാശത്തിൽ എടുത്തുകൊള്ളപ്പെട്ട പോലെ മധ്യാകാശത്തിൽ വരുന്നു. എൻ്റെ നോട്ടിലില്ലാത്ത ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. തൃത്വത്തിൽ നോക്കിയാട്ടെ, തൃത്വത്തിലും അവൻ മധ്യത്തിലാണ്. ഇനി വേണം എനിക്ക് എഴുതാൻ. തൃത്വത്തിലും ആദ്യം പിതാവായ ദൈവം, അവസാനം പരിശുദ്ധാത്മാവ്. തൃത്വത്തിലും കർത്താവ് യേശു മധ്യത്തിലാണ്. പിതാവായ ദൈവം, 2 പുത്രനായി ക്രിസ്തു, 3 പരിശുദ്ധ ആത്മാവ്, അവൻ മധ്യത്തിലാണ്. ഞാൻ ഒരിക്കൽ കൂടെ ക്രൈസ്റ്റ് സെൻറ്റർ എന്ന പദം കിട്ടിയതിൻ്റെ രഹസ്യം ഞാൻ പറയട്ടെ. വർഷങ്ങൾക്ക് മുമ്പ് സകലതും തീർന്നെന്ന് വിചാരിച്ചപ്പോൾ, ആത്മഹത്യ മാത്രം മുന്നിലുണ്ടായിരുന്നപ്പോൾ, ഇല്ലെങ്കിൽ മെൻ്റൽ ഹോസ്പിറ്റൽ കയറണമെന്ന് സ്തോത്രം ചിന്തിച്ചിരിക്കുന്ന ഒരു രാത്രിയിൽ, ഒരർദ്ധരാത്രിയിൽ ഈ ദൂതൻ മറ്റൊരു ആംഗിൾ കർത്താവിനോട് പറഞ്ഞു, സ്തോത്രം കുഞ്ഞേ, അതെ സ്തോത്രം, ഞാൻ സൈഡിലല്ല, നീ സൈഡിൽ പോകാൻ ഞാൻ സമ്മതിക്കത്തുമില്ല, ഞാൻ സെൻട്രലാണ്.
ഞാൻ സെൻട്രലാണ്. അനുകൂലത്തിലും പ്രതികൂലത്തിലും, മഴക്കാലത്തും വേനൽക്കാലത്തും സ്തോത്രം, എപ്പോഴും ഞാൻ സെൻട്രലാണ്. ഇന്ന് രാത്രിയിലും എൻ്റെ കർത്താവ് സെൻട്രലാണ്. ഇത് പറഞ്ഞില്ലെങ്കിൽ ഈ ദൂത് സ്തോത്രം അതെ അവനെ അപമാനിക്കുന്ന തുല്യമാണ്. ആരൊക്കെ എന്നെ കേൾക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ചരിത്ര പുരുഷനാകുന്ന എൻ്റെ കർത്താവ് ചരിത്രത്തിൻ്റെ മധ്യത്തിലാണ്. രണ്ട് നിയമങ്ങളാകുന്ന പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും അവൻ മധ്യത്തിലാണ്. ദേവാലയത്തിൽ കർത്താവ് മധ്യത്തിനാണ്. പ്രതിസന്ധിയുടെയും പ്രതികൂലത്തിൻ്റെയും നടുവിൽ അവനെ കൊല്ലുവാൻ കാത്തിരിക്കുന്ന, നശിപ്പിക്കാൻ കാത്തിരിക്കുന്നവരുടെ നടുവിലൂടെ അവൻ കടന്നുപോയി. അവൻ മധ്യത്തിലാണ്. ജനക്കൂട്ടത്തിന് മധ്യത്തിലാണ്. ക്രൂശിൽ മധ്യത്തിലാണ്. യെരൂശലേമിൽ അവൻ മരിച്ചത് മധ്യത്തിലാണ്. കള്ളന്മാരുടെ മധ്യത്തിലാണ് അവൻ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടത്. അവൻ എടുത്തുകൊള്ളപ്പെട്ടത് അതേ മധ്യാകാശത്തിലാണ്. അവൻ വീണ്ടും ഈ ദിവസങ്ങളിൽ വന്ന് പ്രത്യക്ഷനാകുവാൻ പോകുന്നത് മധ്യത്തിലാണ്. തൃത്വത്തിലും അവൻ മധ്യത്തിലാണ്. അതുകൊണ്ട് നിന്റെ അറ്റൻഷൻ വേറെ ഒന്നിനും കൊടുക്കല്ലേ. നിന്റെ ആഗ്രഹം വേറെ ആരും കൊണ്ടുപോകല്ലേ. നിന്റെ സ്നേഹം മറ്റാരും സ്തോത്രം എടുക്കരുത്. നിന്റെ ടോട്ടൽ അറ്റൻഷൻ, നിന്റെ ടോട്ടൽ ആദരവ്, നിന്റെ മുഴുവൻ ആരാധന യേശു കർത്താവിനെ മാത്രമായിരിക്കട്ടെ. താങ്ക് യു ജീസസ്. എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ടെ. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ രാത്രിയിലും കർത്താവിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ടല്ലോ. ഹല്ലേലൂയ. വഞ്ചിക്കപ്പെടല്ലേ ഇൻ ജീസസ് നെയിം. ഹല്ലേലൂയ. യേശു കർത്താവ് അനുകൂലത്തിലും പ്രതികൂലത്തിലും സകല സാഹചര്യത്തിലും അവൻ മധ്യത്തിലാണ്. ഹല്ലേലൂയ. തൻ്റെ മഹത്വത്തെ അവൻ ഒരിക്കലും മറ്റൊരുത്തിന് വിട്ട് കൊടുക്കും.